തിങ്കിങ് ഓക്കെ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ 24 മണിക്കൂർ നമ്മൾ ചിന്തിക്കുകയാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അത്രയും നേരം ചിന്തിച്ച കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിചാരം ചിന്ത ഇതിപ്പോൾ സാധാരണ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോവുമല്ലേ. ദിവസം മനുഷ്യന് 60,000-ഓളം ചിന്തകൾ, 60,000 തുടങ്ങി 90,000 വരെ ചിന്തകൾ ഇങ്ങനെ പോകുന്നുണ്ടെന്നാണ് പാസ് ചെയ്ത്. അതിൽ പലതും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്, വരാനിരിക്കുന്ന കാര്യത്തെ പറ്റിയോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ആ ചിന്തകൾ പലതും ഒരു ദിവസം നിന്നിട്ട് അത് നശിഞ്ഞു പോണ ചിന്തകളാണ്. അതായത് പിറ്റേ ദിവസത്തേക്ക് ആ ചിന്തകളൊന്നും പലതും ഉണ്ടാവാറില്ല. അതായത് നമ്മൾ ആലോചിക്കും ഇന്ന് ചിന്തിച്ച കാര്യങ്ങളൊന്നും തന്നെ മെജോറിറ്റി കാര്യങ്ങൾ നമ്മൾ നാളെ ചിന്തിക്കുന്നുണ്ടാവില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ പോവാണ്. അതായത് ബ്രെയിനിൻ്റെ ഫുഡാണ് ചിന്ത എന്ന് പറയുന്നത്, മനസ്സിൻ്റെ ഭക്ഷണമാണ് ഈ ചിന്ത എന്ന് പറയുന്നത്. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആ, വെറുതെ ഇരിക്കാൻ പറ്റില്ല, മനസ്സിന് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. ഇപ്പം നമ്മളെ ക്ലാസ്സിലൊരു എക്സസൈസ് ഉണ്ട്, അവയർനെസ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇന്നലെ ചെയ്യിപ്പിച്ചാണ്. കുറച്ച് നേരം പിന്നെ ശബ്ദം ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ കാഴ്ച കാണുന്നത് ശ്രദ്ധിക്കൂ, ശ്വാസം ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുത്തും നമ്മൾ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് അത് ചെയ്യാൻ. കാരണം അങ്ങോട്ട് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റണില്ല, കാരണം അത്രയും ചിന്തിക്കാനുള്ള സമയം പോകുന്നു. ഉം. അപ്പോൾ ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഒരു അത് എന്താ ശ്വാസം ശ്വാസം പോലെ തന്നെ ഒരു ഫങ്ഷനാണ്. ചിന്തയില്ലാത്ത ചിലർ പറയും മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഭയങ്കര ചിന്തകൾ വരുന്നു. അത് ആദ്യമൊന്നും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല, കാരണം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചിന്തിക്കുന്നതല്ല പ്രശ്നം, ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് തരത്തിലുള്ള ചിന്തകളുണ്ട് അല്ലേ. ചിന്തകൾ പോസിറ്റീവായിട്ടുണ്ട്, നെഗറ്റീവായിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസിനെ പറ്റി നമുക്ക് ആലോചിക്കാം, പോസിറ്റീവായിട്ട് നമുക്കുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കാം. ഈ രണ്ട് ചിന്ത നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കെമിക്കൽ ഫാക്ടറിയാണ്. അതായത് ഒരുപാട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ദഹനം തുടങ്ങിയിട്ട് എല്ലാ കാര്യത്തിനും ഒരുപാട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് നമ്മൾ. നമുക്കറിയാം, നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ, ഒരു അസുഖം വന്ന മരുന്ന് കഴിക്കുമ്പോൾ, കൊളസ്ട്രോൾ വന്നിട്ട് മരുന്ന് കഴിക്കണം എന്ന് നോക്കാം. ഈ കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുമ്പോൾ ഒരു കെമിക്കലാണല്ലോ നമ്മൾ കൊടുക്കണേ. ഈ മരുന്ന് കഴിക്കാതെ തന്നെ നമ്മുടെ ശരീരം അത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കൊളസ്ട്രോൾ കഴിക്കുന്ന മരുന്നിൽ നിന്ന് കിട്ടുന്ന കെമിക്കൽ നമ്മൾ മരുന്ന് കഴിക്കാതെ തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്. ആ ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തകരാറ് വരുമ്പോഴാണ് നമുക്ക് ആ പ്രവർത്തനം നിൽക്കുകയും പിന്നെ ആ ഒരു കെമിക്കൽ ഉൽപ്പാദിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സ്റ്റേണൽ സപ്പോർട്ട് ഇടുന്നത്. അതായത് നമ്മുടെ വീട്ടിലെ ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ജോലിക്കാരെ വെക്കണത്. അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റാണ്ടാവും. അങ്ങനെയാണ് അതിന് മരുന്ന്. അപ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ ശരീരം ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. ഏത് സമയവും എന്തെങ്കിലും ഇങ്ങനെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം എനർജിയാണെന്ന് പറഞ്ഞല്ലോ. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതും എനർജിയാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതും സെയിം ഊർജ്ജമാണ്, സെയിം എനർജിയാണ് വേണ്ടത്. അതായത് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും സെയിം എനർജിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കെമിക്കൽസ് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ സയൻറ്റിഫിക് ആയിട്ടൊന്ന് ആലോചിച്ചാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ അവയർനെസ്സുകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ചിന്ത കൊണ്ട് എനിക്ക് എന്താണ് ഗുണമാവുക. എന്ത് ഗുണം ഉണ്ടാവില്ല എന്നറിയാൻ ഒരു ചിന്ത കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അപ്പം തന്നെ ഒരു ഇമോഷൻ വരും. നമ്മൾ എന്ത് ചിന്തിച്ചു ഇപ്പം ഞാൻ ആലോചിക്കുകയാണേ. ഇപ്പോൾ കല്യാണ വീട്ടിൽ പോയപ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ പോസിറ്റീവ് ആണെങ്കിൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ഒന്നും കൂടെ ശരിയായിട്ട് നിൽക്കും, ഒന്നും റെഡി ആയിട്ട് നിൽക്കും, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പക്ഷേ എൻ്റെ സ്ഥിരമായ ചിന്ത നെഗറ്റീവ് ആണെങ്കിൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ ഞാനൊന്ന് ചുരുങ്ങും അല്ലേ. ചുരുങ്ങുമ്പോൾ എന്താ പറ്റണത്, എന്നെ കൊള്ളൂല, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിങ് കൊള്ളില്ലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കുറച്ചും കൂടെ ഒക്കെ ഒരുങ്ങിയൊക്കെ വരാമായിരുന്നു, അങ്ങനെ കുറേ. അതായത് ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നും ഒരു ഇമോഷൻ ഉണ്ടാവുന്നുണ്ട് സാധാരണ. ആ ഒരു ഇമോഷൻ നെഗറ്റീവ് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ആ ഇമോഷൻ നമുക്ക് നല്ലതാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് വരിക, മോശമാണെങ്കിൽ നമുക്കൊരു സങ്കടം, നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണ് വരിക. അതായത് നല്ല ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നല്ല ഇമോഷൻസ് ഉണ്ടാവും. നല്ല ഇമോഷൻസ് ആണെങ്കിൽ നല്ല കെമിക്കൽസ് ഉണ്ടാവും. നല്ല കെമിക്കൽസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ഗുണമായിട്ട് ഭവിക്കും. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ടോട്ടൽ വെൽബീയിങ്ങിനും ഗുണമായിട്ട് ഭവിക്കും. അല്ല, മോശമാണ് ചിന്തിക്കുന്നതെങ്കിൽ മോശം ഇമോഷൻസ് ഉണ്ടാവും, മോശം കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. മോശം കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷമായിട്ട് ബാധിക്കും. നമ്മൾ ചിന്തിക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കണേ അല്ലേ.
നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണേ. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോട്ട്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി. പലപ്പോഴും നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ സൊല്യൂഷൻ ഒന്നും കിട്ടാറില്ല. പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഒരുപാട് ചിന്തിച്ചതുകൊണ്ട് കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളുടെ വിചാരം ഒരുപാട് ചിന്തിച്ച് ഞാൻ ചിന്തിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും എന്നുള്ളതാണ്. നമ്മൾ ചിന്തകൾ കുറച്ച് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ എത്രത്തോളം രണ്ട് ചിന്തകൾക്കുള്ള ഇടയിലുള്ള ഗ്യാപ്പ് വർദ്ധിപ്പിക്കാനാണ് പറയണേ. എത്രത്തോളം ചിന്തകൾ കുറച്ച് സറണ്ടർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സമാധാനം കിട്ടും. നമ്മൾ പീസ്ഫുൾ ആകുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുള്ളൂ. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് സൊല്യൂഷൻ കിട്ടുന്നത്. നമുക്ക് വെറുതെ തോന്നുന്നതാണ് നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മളായിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്ക് ചുമ്മാ തോന്നുന്നതാണ്. അങ്ങനെയല്ല സത്യത്തിൽ. നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പോംവഴി. അല്ലേ? നമുക്ക് പരിഹാരം കിട്ടാൻ നമുക്കൊരു അസുഖം ഉണ്ടെന്ന് വെക്കാം. നമ്മൾ ആ അസുഖം നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അസുഖം മാറും. നമുക്കൊരു കടബാധ്യത ഉണ്ടെന്ന് നോക്കാം. നമ്മൾ കുറേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നം മാറും. ഇല്ല, ചിന്തിച്ചുകൊണ്ടല്ല പറഞ്ഞത്. നമ്മൾ അതിനെ ആക്ഷൻ എടുത്തെടുത്തിട്ട് വരുമ്പോഴാണ് ശരിയായി വരുന്നത്. അത് ട്രാക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. ഈ ചിന്തകൾ ഇതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പോൾ നെഗറ്റീവ് ചിന്തിങ് ഒരു തരത്തിലും നമ്മൾ സഹായിക്കുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ആലോചിക്കുക, അപ്പം തന്നെ ആലോചിക്കുക, ഈ ചിന്ത എനിക്ക് സഹായകരമാണോ, ഈ ചിന്ത കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ ഒന്ന് അവെയർ ആവുക. അതെങ്ങനെയാണെന്നറിയാം? ഒരു വലിയൊരു സെക്യൂരിറ്റി ഒരു ഒരു മോളിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അവിടെ വന്ന ആളുകൾ ഒന്ന് അവെയർ ആയിരിക്കും, അല്ലേ? ഒന്ന് കയറുമ്പോഴൊക്കെ ഒന്ന് അവെയർ ആയിരിക്കും. വല്ല സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തുറന്നു കിടക്കുന്ന ഒരു ഓപ്പൺ മാളാണെങ്കിൽ ആളുകൾ എല്ലാവർക്കും അവർ കയറി പോകാൻ പറ്റില്ല. ആര് വേണമെങ്കിലും അതിൽ കയറി പോകും. ഇത് സെയിം പ്രോസസ്സാണ്. നമ്മുടെ ചിന്തകളെ പറ്റി നമ്മൾ ബോധമുള്ളവരാണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകളിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. അല്ലെങ്കിലോ എല്ലാ ചിന്തകളും ഇങ്ങനെ കയറി ഇറങ്ങി പോകും. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാൻ, നമ്മുടെ ഇന്നത്തെ വിഷയം പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണേ. പോസിറ്റീവ് നോക്കി ശ്രദ്ധിച്ചോളൂ കേട്ടോ. പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ മൂഡ് കൂട്ടും. അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ അടുത്ത് നിൽക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. നമ്മൾ ഒരു ഇലക്ട്രോണിക് വൈബ്രേഷനാണ്. നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ ശരീരമല്ല, നമ്മൾ വൈബ്രേഷനാണ്. നമ്മളിങ്ങനെ കറണ്ട് പാസ് ചെയ്യണ പോലെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് കറണ്ടാണ് നമ്മളെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കണം. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും? ഹാപ്പി ആയിരിക്കും. ഈ ഹാപ്പി ആയിട്ടുള്ള ആളുകളുടെ അരികത്ത് നിൽക്കാൻ നമുക്കൊരു ഇഷ്ടമല്ലേ? സന്തോഷമുള്ള ആളുകളുടെ, അതായത് അവരുടെ മൂഡ് പോസിറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടതെങ്കിൽ ഇംപ്രൂവ്ഡ് മൂഡ്, നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ സ്ട്രെസ്സ് കുറവായിരിക്കും. നമുക്ക് നല്ല കുറേ കൂടെ ചുറുചുറുക്കും എന്താ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവും. പിന്നെന്താണ്? നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് കൂടും. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കൂടും. എന്താണ് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പോസിറ്റീവ്, ഞാൻ പറഞ്ഞല്ലോ കെമിക്കൽ ഫാക്ടറിയാണെന്ന് പറഞ്ഞു. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡൊപ്പാമൈൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, അങ്ങനെ ഓക്സിറ്റോസിൻ, അങ്ങനെ കുറേ ഹോർമോൺസ് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഗുണങ്ങളാണ്, ഇതെല്ലാമാണ്. നിങ്ങൾക്കറിയാവോ, നമ്മളെ എന്ത് സന്തോഷമുള്ള കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഈ ഈ കെമിക്കൽസാണ്. നിങ്ങൾ നല്ലൊരു ഭക്ഷണം കഴിക്കൂ, നിങ്ങൾക്ക് കിട്ടുന്നത് ഈ കെമിക്കൽസാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിക്കണം? നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ക്രേവിങ്ങോടെ നമ്മൾ കഴിക്കണത്? നമുക്ക് കഴിക്കുമ്പോൾ ഡൊപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യത്തിൽ നിന്നും ഇപ്പം നമ്മൾ ഈവൻ സെക്ഷൽ റിലേഷനിലാണെങ്കിലും എല്ലാത്തിൽ നിന്നും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഡൊപ്പാമിൻ പോലുള്ള, ഓക്സിറ്റോസിൻ പോലുള്ള, നല്ല സെറട്ടോണിൻ പോലുള്ള പോസിറ്റീവായിട്ടുള്ള കെമിക്കൽസാണ്. ഈ ഫീൽ ഗുഡ്, നമ്മളെ ഫീൽ ഗുഡായിട്ട് നിർത്തുക എന്നുള്ളതാണ് ഈ കെമിക്കൽസിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഫീൽ ഗുഡായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ചുറുചുറുക്കും, കൂടുതൽ ആരോഗ്യവും, കൂടുതൽ കൂടുതൽ ഇംപ്രൂവ്ഡ് എന്താണ്? ഇംപ്രൂവ്ഡ് ലൈഫ് സ്പാൻ, നമ്മുടെ സമയം കൂടും, നമ്മുടെ ആരോഗ്യം കൂടും. എല്ലാ രീതിയിലും നമുക്ക് ഗുണമായിരിക്കും. നമ്മുടെ ബ്രെയിൻ ആൻഡ് പ്രൊമോട്ട് ഫീലിങ്സ് ഓഫ് വെൽബീയിങ് ആൻഡ് ഹാപ്പിനെസ്. നമുക്ക് വെൽബീയിങ്ങും ഹാപ്പിനെസ്സും, നമ്മൾ സന്തോഷമായിട്ട് നിൽക്കാനുള്ള കാര്യങ്ങൾ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങൾക്കൊരു അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കണത് ഈ ഹോർമോൺസാണ് അവർ തരുന്നത്. ഈ
ഈ ഹോർമോൺസ് അതിന് തക്കമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മരുന്നാണ്. ഇത് നമുക്ക് ശരിക്കും നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ ഓരോ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതായത് ഒരു രോഗം വന്നാൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമുക്കുള്ളത്. ശരീരത്തിന് സ്വയം പ്രതിരോധിക്കാൻ അറിയാം. എക്സ്റ്റേണൽ മരുന്നിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ശരീരം ഇങ്ങനെ ഈ നമ്മൾ ഏതൊരു സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ശരീരത്തിന് തന്നെ ഒരു ടയേർഡാവും. ശരീരത്തിൻ്റെ ഫങ്ഷൻസ് ഒന്നും നടക്കാതെയോ ഇങ്ങനെ നടക്കാതെ ആകുമ്പോഴാണ് ഈ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിൽക്കുകയും നമ്മൾ മരുന്നിൻ്റെ ആവശ്യം വരികയും ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി നമ്മുടെ ചിന്തകളിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് വേണ്ട നമ്മൾ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ വിശ്വാസം വേണം, നമ്മുടെ ദൈവത്തിൽ വിശ്വാസം വേണം, നമുക്ക് പ്രതീക്ഷകൾ വേണം, സ്വപ്നങ്ങൾ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സ്ട്രെസ്സ് കുറക്കും, സ്ട്രെസ്സ് നന്നായിട്ട് കുറയും പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ. പിന്നെ എന്താണ്, നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ മൂഡ് പോസിറ്റീവായിട്ടുള്ള ചിന്തിക്കുമ്പോൾ മൂഡ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നന്നായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഫിസിക്കൽ ഹെൽത്ത് കൂടും. നമ്മൾ ഈ പണത്തെ പറ്റിയാലും ആരോഗ്യത്തെ പറ്റിയാലൊക്കെ നമ്മൾ ചിന്തിച്ചത് ശരിയാക്കണ നേരം കൊണ്ട് നമ്മൾ ചിന്തിക്കാതെ ചിന്തകൾ കുറച്ച് നമ്മൾ ആ ഒരു സമാധാനത്തിലേക്ക് വരികയാണെങ്കിൽ, മെൻ്റൽ പീസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടും. നമുക്ക് സമയം കൊടുക്കണില്ല, നമ്മുടെ ശരീരത്തിന് ഈ കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ അപ്പോഴേക്കും അടുത്ത ചിന്തയായിട്ട് നമ്മളിങ്ങനെ സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ 4 ഹോർമോൺസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഡൊപ്പാമിൻ, ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഡൊപ്പാമൈൻ, ഓക്കെ. ഡോപ്പമൈൻ ആരാണ് പറഞ്ഞത്? ഡോപ്പമൈനായാലും DOPAMINE, ഡൊപ്പാമിനായാലും ഡോപ്പമിനായാലും ഇറ്റ്സ് ഡസൻ മാറ്റർ. ഓക്കെ, ഡോപ്പമൈൻ. ഓക്കെ. പ്ലഷറും റിവാർഡും, സന്തോഷം കിട്ടുമ്പോഴും റിവാർഡ് ഒരു പ്രതിഫലം കിട്ടുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഹോർമോണാണ് ഡൊപ്പാമിൻ എന്ന് പറയുന്നത്. വെൻ യു അച്ചീവ് എ ഗോൾ, ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഹോർമോണാണ് ഒരു ഗോൾ അച്ചീവ്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ മനസ്സ് ഒരു ലക്ഷ്യം കൊടുത്താൽ ആ ലക്ഷ്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് മനുഷ്യന്റെ മനസ്സ്. അപ്പോൾ ലക്ഷ്യം നേടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഈ ഹോർമോൺ സെഗ്രേഷനാണ്. നമ്മൾ ഈ പറഞ്ഞ ഡൊപ്പാമിൻ അല്ലെങ്കിൽ ഡോപ്പമൈൻ ആയാലും നമുക്ക് ലക്ഷ്യം നേടുമ്പോൾ ഉണ്ടാവുന്നത് ഈ ഹോർമോണാണ്. സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് സെറട്ടോണിനാണ്. അതേപോലെ തന്നെ, അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സെറട്ടോണിനാണ്. എൻഡോർഫിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ ഉണ്ട്. നാച്ചുറലായിട്ട് പെയിൻ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് വെച്ചാൽ എന്താണ്, നമുക്കുണ്ടാവുന്ന നമുക്ക് നെഗറ്റീവായിട്ടുള്ള കുറേ കെമിക്കൽസാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുകയും അസുഖങ്ങളോട് പ്രതികരിക്കാനുള്ള നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്, പോസിറ്റീവ് തിങ്കിങ് ആണ്. ഒരു മനുഷ്യൻ, നിങ്ങൾ ആലോചിക്കുക, നാളെ നേരം വെളുത്ത് 10 മണിയാകുമ്പോഴേക്കും നമ്മൾ മരിച്ചു പോകുന്നതായിരിക്കാം. അങ്ങനെയാണ് നമ്മൾക്ക് ഒരു മെസ്സേജ് വരികയാണ്. പിന്നെ നമുക്ക് എന്ത് തിങ്കിങ് ആണ്, എന്ത് പോസിറ്റീവ് തിങ്കിങ്, നമ്മൾ അതോടൊരു കഴിഞ്ഞില്ലേ. അതായത് നമ്മുടെ ലൈഫിനെ നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ഹോപ്പാണ്, പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വിട്ടാൽ നമ്മളില്ല. ഈ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് നമ്മളെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നല്ല കാര്യങ്ങൾ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ മാറ്റണം, നമ്മുടെ സെൽഫ് ടോക്ക് മാറ്റണം എന്നുള്ള. നമ്മൾ പോസിറ്റീവായിട്ട് ഈ കെമിക്കൽസ് റിലീസ് ചെയ്യണം, പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫ് മാറണമെങ്കിൽ നമ്മളെ പറ്റിയുള്ള സെൽഫ് ടോക്ക് ആദ്യം മാറ്റണം എന്നുള്ളതാണ്. സെൽഫ് ടോക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഏത് നേരം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഉള്ളിൽ തന്നെ നമ്മൾ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കണില്ലേ, എനിക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇല്ല, എനിക്ക് അങ്ങനെ വിധിയില്ല, എനിക്കത് കിട്ടാനുള്ള യോഗ്യതയില്ല, അങ്ങനെ 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 നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അതിനെയൊക്കെ ഒന്ന് പോസിറ്റീവ് ആക്കുക, സെൽഫ് ടോക്ക് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഈ ഒരു പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാനുള്ള ആദ്യത്തെ എന്താണ്? സെൽഫ് ടോക്ക് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു
ആദ്യത്തേത് ആദ്യത്തെ ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ സെൽഫ് ടോക്ക് പോസിറ്റീവ്. എങ്ങനെ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആക്കും? നമുക്ക് പ്രതീക്ഷകളുണ്ടെങ്കിൽ, നമ്മൾ സ്വപ്നങ്ങളുണ്ടെങ്കിൽ, നമുക്ക് സറണ്ടർ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് ടോക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് നമ്മുടെ മനസ്സിൽ അടിക്കടി മുകളിലേക്ക് പൊന്തി വരുന്ന ഈ നെഗറ്റീവായിട്ടുള്ള ഈ സംസാരങ്ങളെ, ഈ വേദനകളെ വേരോട് വെട്ടിക്കളയാന്ന്, വേരോടുകൂടി വേരറുത്ത് കളയാന്നുള്ളതാണ്. എടുത്ത് വെച്ചിട്ട് മാറ്റി കുറച്ച് കളയല്ല, വേരോടുകൂടി അറുത്ത് കളയാന്നുള്ളതാണ് ചെയ്യുന്നത്. അതിനെയാണ് ഈ ഹീലിംഗ് എന്ന പ്രോസസ്സിലൂടെ നമ്മൾ പല രീതിയിലും ചെയ്യുന്നത്. അതായത് ഹീലിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ അനുഭവിച്ച, പണ്ട് അനുഭവിച്ച, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ച ഓരോ കാര്യത്തിൽ നിന്നുണ്ടായ നമുക്ക് ഇമോഷൻസ് ഉണ്ടല്ലോ, ഈ ഇമോഷൻസിനെ നമ്മൾ അത് റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറക്കുക എന്നുള്ളതാണ് ഹീലിങ്ങിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇതുവരെ കാണുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടല്ലേ. അതായത് ഒരു പെയിൻ വരുമ്പോൾ, പെയിൻ എന്ന് പറയുന്നത് ആ ഒരു നമ്മൾക്ക് എന്താ ഈ പെയിൻ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു നെഗറ്റീവ് തോട്ടിൽ നിന്ന്, ഒരു ചിന്തയിൽ നിന്ന് ഒരു ഇമോഷൻ ഉണ്ടാക്കുന്നത്. സാധാരണ ഒരു ഇമോഷൻ ൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 90 സെക്കൻഡാണ്. ഒരു ഇമോഷൻ 90 സെക്കൻഡിൽ കൂടുതൽ നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഒരു ചിന്ത വന്ന് ഒരു ഇമോഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ 90 സെക്കൻഡ് കൊണ്ട് അത് വിട്ടുപോകും. പക്ഷെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഒരാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണു നോക്കുക, വീണിട്ട് ഒരു കുട്ടിയാണെങ്കിൽ അവൻ എഴുന്നേറ്റ് അവൻ വീണു ചിലപ്പോൾ ഇച്ചിരി നേരം കരയായിരിക്കും, അതങ്ങനെ അതുവഴി അങ്ങനെ പോകും. പക്ഷേ നമ്മൾ ഒരു ഗ്രോണപ്പ് ആയി കഴിയുമ്പോൾ എന്താ ചെയ്യണേ, നമ്മളൊന്ന് വീണിട്ടുണ്ടെങ്കിലും എന്താണ്, നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ആരെങ്കിലും കണ്ടോന്നൊന്ന് നോക്കും. ആരെങ്കിലും കണ്ടെന്തെങ്കിലും ചിരിക്കണമെങ്കിലോ, എന്നെ അവർ കളിയാക്കി, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ ചെന്നാലും എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്കൊരു ഭാഗ്യമില്ലാത്തവരാണ്. അതായത് നമ്മളൊരു 100,000 ചിന്തകൾ ഈ 90 സെക്കൻഡുകളിലൊരു 90,000 ചിന്തകൾ നമ്മൾ വേറെ ഉണ്ടാക്കും. ഈ 90,000 ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ പെയിനായിട്ട്, വേദനകളായിട്ട് നമ്മൾ നിറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഈ ഇൻസിഡൻറ്റ് എവിടേക്കാണ് ഈ ഇമോഷൻസ് ഒക്കെ പോണത്? നമ്മൾ ഒരുപാട് വിറക് കൂട്ടി വെച്ചിട്ട് കത്തിക്കുമ്പോൾ അതിൻ്റെ ചാരം ഉണ്ടല്ലോ, ഈ ചാരം അതിൽ എവിടേക്കാണ് ഈ ചാരം പോണേ? ആ തീക്കൂനെ തന്നെ അടിഞ്ഞു കിടക്കൂലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ ഇമോഷൻസിൻ്റെ ഒരു റിസൾട്ട്, എല്ലാ ചിന്തകളുടെ ഒരു ഈ ഇമോഷൻ എങ്ങും പോയിട്ടില്ല. നമ്മളിൽ നിന്ന് ഇമോഷൻസ് എങ്ങും പോയിട്ടില്ല. പിന്നെയോ ഈ ഇമോഷൻ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഇമോഷൻ നമ്മുടെ ഹോർമോൺ, നമ്മൾ ഉണ്ടാക്കിയ ആ ഹോർമോണൽ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അത് അടിഞ്ഞ് നല്ല ഒഴുക്കുള്ള വെള്ളം പോണ ഒരു ഓവിൽ നമ്മൾ കൊണ്ടുവന്ന് കുറേ അഴുക്കൊക്കെ ഉണ്ടെന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുറേ നേരം കഴിയുമ്പോൾ ആ ഒഴുക്ക് നിൽക്കില്ലേ? അതുപോലെ തന്നെയാണ്, സെയിം കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. കുറേ കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ സ്വതവേയുള്ള ഒരു ഒഴുക്കുണ്ടല്ല, അത് നിൽക്കും. അതായത് ഡിസീസ് എന്ന് വെച്ചാൽ ഇല്ലാത്ത അവസ്ഥ, ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ അഴുക്ക് അവിടെ കൊണ്ടൊന്ന് ഓരോ സെല്ലുകളിലൊന്നും ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന അഴുക്ക് കുറേ കഴിയുമ്പോൾ അവിടേക്കുള്ള സംക്രമണവും അല്ലെങ്കിൽ ഓക്സിജൻ ഇൻടേക്കും ഒക്കെ നിൽക്കുകയാണ്. നിന്ന് കഴിയുമ്പോൾ അപ്പോഴാണ് അവിടെ ഒരു ഡിസീസ് വരുന്നത്. അതായത് ഈസ് അല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഡിസീസ് ഉണ്ടാവുന്നത്. ഈ ഡിസീസ് പല രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണ്. അതായത് സൈക്കോസൊമാറ്റിക് എന്ന് വെച്ചാൽ മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതാണ് പല രോഗങ്ങളും. ലൂയിസയുടെ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്നൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ ഓരോ അസുഖങ്ങൾക്കും ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അലർജി, നിങ്ങൾക്ക് എത്ര പേർക്ക് അലർജി ഉണ്ട്? അലർജി ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിൽ പറയുന്നത്, ഈ ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അലർജി ഉണ്ടാവുന്നത് ജീവിതത്തോട് ഭയങ്കര ദേഷ്യവും സ്വന്തം സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്നൊരവസ്ഥ വരുമ്പോഴാണ് അലർജി ഉണ്ടാവണമെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു വെറുപ്പും, നമ്മുടെ ജീവിതത്തോട് തന്നെ ഒരു വെറുപ്പും, പലരോടുള്ള അൺഫോർഗീവ്നെസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അതാണ് അലർജി ആയിട്ട് മാറുന്നത്. നമ്മൾ എത്ര പേര് ആലോചിച്ചിട്ടുണ്ട്? ഇപ്പം അലർജി എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ പോയി മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ല ഫൊഗീവ്നെസ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഈ അലർജി വന്നതെന്നുള്ളൊരു ചിന്ത ഒരിക്കലും നമുക്ക് വരുന്നില്ല, അല്ലേ? അതേപോലെ അടുത്ത അസുഖത്തിൻ്റെ കാര്യമാണ് ആങ്സൈറ്റി, ഉത്കണ്ഠ വരുന്നത് എങ്ങനെയാണെന്ന്, ജീവിതത്തിൻ്റെ ഒഴുക്കിനെ പ്രക്രിയ വിശ്വസിക്കുന്നില്ല. അതായത് ജീവിതത്തിനോടൊരു വിശ്വാസം ഇല്ലാതെ ആകുമ്പോഴാണ്. എപ്പോഴാണ് ആങ്സൈറ്റി വരുന്നത്? നടക്കാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മൾ പേടിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴല്ലേ നമുക്ക് ആങ്സൈറ്റി വരണേ.
അതായത് ഇത് ശരിയാവോ, ഇത് നടക്കുമോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാവോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറ്റുമോ, അങ്ങനെയുള്ള കുറേ ചിന്തകളാണ് നമ്മൾ ആങ്സൈറ്റി ചെയ്യുന്നത്. അതായത് ജീവിതത്തിൻ്റെ ഒഴുക്കിനെ, ട്രസ്റ്റ്, ജീവിതമാവുന്ന പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാത്തവർക്കാണ് ആങ്സൈറ്റി ഉണ്ടാവുന്നത് പറഞ്ഞാൽ. ഇതൊക്കെ കൊണ്ട് ചെല്ലുന്ന ഒറ്റ ഡയറക്ഷനിലേക്കാണ്, നമ്മളുടെ ആ യൂണിവേഴ്സൽ ആ ഒരു ശക്തിനെ സറണ്ടർ ചെയ്യുക, നമ്മൾ സ്വയം സ്നേഹിക്കുക എന്നുള്ള കുറച്ച് റെമഡീസിലേക്കാണ് നമ്മുടെ ഈ ചിന്തകളെ, നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് ചെല്ലുന്നത്. ഞാൻ കുറച്ച് അസുഖങ്ങളുടെ കാര്യങ്ങൾ പറയാം. ആങ്സൈറ്റി പറഞ്ഞു, ആർത്രൈറ്റിസ് എന്ന കാര്യം. ഇനി അടുത്തത് ശ്വാസം മുട്ടൽ, ആസ്മ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് കുറ്റബോധം. നമ്മുടെ ഉള്ളിൽ കുറേ കുറ്റബോധം ഉണ്ടെങ്കിൽ ആ കുറ്റബോധത്തിൽ നിന്നാണ്, സപ്രസ്ഡ് ക്രൈയിങ്, അതായത് അടക്കി പിടിച്ച കരച്ചിൽ നിന്നാണ് നമുക്ക് ആസ്മ വരുന്നതാണ്. ഞാൻ പറയണല്ലോ കേട്ടോ, ലൂയിസയുടെ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന ബുക്കിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ്. അതായത് ഒരുപാട് നാൾ അടക്കി പിടിച്ചൊതുക്കി എത്രയോ സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ എത്രയോ പുരുഷന്മാരുണ്ട് അല്ലേ, ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളും സന്തോഷങ്ങളൊന്നും കാണിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ഒന്നും ഉറക്കെ കരയാൻ പോലും പറ്റാത്ത എത്രയോ പേരുണ്ട്. അവർ ആ ഇമോഷൻസ്, അതായത് കരയാന്നുള്ളതിനേക്കാൾ ഉപരി അവർ അടക്കി കൊടുത്തൊരു ഇമോഷൻ ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് വീട്ടിൽ പ്രശ്നങ്ങളുള്ള ഒരാളാണ്, വീട്ടിലൊന്നും ഉറക്കെ ചിരിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് കൺട്രോളുള്ള ഒരാളാണെന്ന് നോക്കുക. അപ്പോൾ അവർ ഒതുക്കുന്ന ഒരു സങ്കടമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും ആരായാലും അവർ ഒതുക്കി പിടിക്കുന്ന കുറേ സങ്കടങ്ങളുണ്ട്. ഇങ്ങനെ കുറേ സങ്കടങ്ങൾ കുറേ നാൾ ഒതുക്കി 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 വരുമ്പോഴേ, ഈ ഇമോഷൻസ് ഒതുക്കി ഒതുക്കി വരുമ്പോഴാണ് നമുക്ക് അത് ബാധിക്കുന്നതാണ് ആസ്മയായിട്ട് മാറുന്നതെന്ന് പറയുന്നത്. ഇനി അടുത്ത അസുഖങ്ങൾ പറയാം. ശ്വാസം മുട്ടൽ പറഞ്ഞത് പേടി. ഈ ബുക്കിൽ നോക്കിയിട്ട് ഞാൻ പറയണം, പേടി റെഡ്യൂ ലൈഫിനെ മുഴുവനായിട്ടും അംഗീകരിക്കാനുള്ള ഒരു ഭയം. പിന്നെന്താണ്, റൈറ്റ്, എനിക്ക് ജീവിക്കാനുള്ള അവകാശമില്ല, അധികാരമില്ല എന്നുള്ളൊരു പേടി. അതൊക്കെയാണ് ശ്വാസം മുട്ടൽ, സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ പുറം വേദന തന്നെ നോക്കിയേ, വൈകാരിക പിന്തുണയുടെ അഭാവം, അതായത് മോറൽ സപ്പോർട്ടില്ല, നമുക്ക് സപ്പോർട്ടില്ല, നമുക്കൊരു എല്ലാം എൻ്റെ ചുമല കേട്ടിട്ടില്ലേ, പുറം വേദന വരാനൊക്കെ എല്ലാവർക്കും എല്ലാം സ്വന്തം ചുമലിൽ ഭാരം താങ്ങിയിട്ടാണ് പുറം വേദന വരാന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ആലോചിക്കുക. അതായത് നമുക്കൊരു സപ്പോർട്ടില്ലാതെ നമ്മൾ തന്നെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ, നമുക്കൊന്ന് ഭാരം ഇറക്കി വെക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ, ഇതൊക്കെ നമ്മൾ ചിന്തകളിലൂടെയല്ലേ നമ്മൾ നേരിടണേ. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് കൂട്ടുമല്ലേ, ചിന്തിച്ചാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ബ്ലഡ് പ്രഷർ വന്നതെന്ന് വെച്ചാൽ ദീർഘകാലമായി നിൽക്കുന്ന ഇമോഷണൽ പ്രോബ്ലം, ഒരുപാട് ഇമോഷണലി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇതൊക്കെ ചിന്തകളാണ് കേട്ടോ, ഇതൊക്കെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലേക്കൂടെ ഓടിച്ചു പോകാം, അപ്പം നിങ്ങൾക്കൊന്നും ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത്. ഓക്കെ. കഷണ്ടി വരുന്നത് നോക്കിയാൽ ഭയങ്കരമായ സ്ട്രെസ്സും ടെൻഷനും അല്ലേ, മുടി കഴിച്ചിലല്ലേ, സ്ട്രെസ്സ് വന്നാലും മുടി കൊഴിയൂലേ, ആങ്സൈറ്റി ഒക്കെ ഉള്ളവർക്കാണ് കഷണ്ടി വരുന്നത് പറയുന്നത്. ക്യാൻസർ നോക്കിയേ, ആഴത്തിലുള്ള മുറിവ്, ദീർഘകാലം, അതായത് ക്യാൻസർ വരുന്നത് ഫൊഗീവ്നെസ് ഇല്ലാത്തവർക്കാണ്. അസുഖങ്ങളിലേക്കാണ് അവരുടെ ശരീരത്തെ കൊണ്ടുപോകുന്നത്. വെറും ഈഗോയുടെ ഫലമായിട്ട് അവരിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഞാൻ ചെയ്തതാണ് ശരി എന്നുള്ള സ്ഥാപിക്കാനുള്ള പരിശ്രമമാണ്. കുറേ കഴിയുമ്പോൾ മനസ്സിലാവും, ഞാൻ ചെയ്ത് അതൊന്നും അല്ല ശരിയായിരുന്നത്, ശരി വേറെ ആയിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോഴേക്കും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട്. അപ്പം നമ്മൾ അനുഭവിക്കുന്ന മിക്ക അസുഖങ്ങളുടെയും പ്രശ്നങ്ങൾ നോക്കിക്കൊള്ളൂ കേട്ടോ. അടുത്ത് നോക്കിയേ, കൊളസ്ട്രോൾ വന്നെന്ന് വെച്ചാൽ ക്ലോഗിങ് ദ ചാനൽസ് ഓഫ് ജോയ്, സന്തോഷം ഇല്ലാതിരിക്കുക, പിരിമുറുക്കം ഒരുപാട് ഉള്ളവർക്കാണ് കൊളസ്ട്രോൾ. അതായത് കൊളസ്ട്രോൾ എന്താണ്, രക്തക്കൊഴലുകൾ ബ്ലോക്ക് ആവണതല്ലേ, കൊഴുപ്പൊന്ന് അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്ക് ആവണതാണെന്നാണല്ലോ മെഡിക്കൽ സയൻസ് പറയുന്നത്. പക്ഷേ ഇതിൽ പറയുന്നത് വെച്ചാൽ ക്ലോഗിങ് ദ ചാനൽസ് ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ ചാനലുകൾ അടയുന്നവർക്കാണ് കൊളസ്ട്രോൾ വരുന്നത്. ഇതിൻ്റെയൊക്കെ അഫർമേഷൻ ഇതിലുണ്ട്. പിന്നെന്താണ്, പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ, കഫ്, കോൾഡ്, ഡിപ്രഷൻ, ഡയബറ്റീസ്, ഡിസിനസ്, എപ്പിലെപ്സി, ഐ പ്രോബ്ലംസ്, ഫെയിൻറ്റിങ്, ഫാറ്റ്, പിന്നെന്താണ് ഫാറ്റിക്, എല്ലാം ഉണ്ട്. പനി, സ്ത്രീകൾക്ക് വരുന്ന അസുഖങ്ങൾ, പിന്നെന്താണ് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ, അകാലനര, തലവേദന, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, കുടൽ വീക്കം, ഉദരവേദന, ഇതൊക്കെ അസുഖങ്ങളുടെ പേര്. ഞാൻ പേടിപ്പിക്കല്ലോ, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു 40ഓളം, എത്ര എണ്ണമാണ്, 23, എത്രയോ 46, ഇതിൽ പല്ലിൻ്റെ പ്രശ്നങ്ങൾ, തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ, ഒരു 64ഓളം അസുഖങ്ങൾ ഈ ബുക്കിൽ പറയുന്നുണ്ട്. ഈ 64ഓളം അസുഖങ്ങളുടെ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിന് ചിന്തയാണെന്ന് പറയണേ, ചിന്തകൾ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം, തൈറോയിഡിൻ്റെ പ്രശ്നം അപമാനമാണെന്ന്. ഒരുപാട് ഹ്യൂമിലിയേഷൻസ്, ഒരുപാട് അപമാനങ്ങൾ ഉള്ള ഒരാൾക്ക് കാലക്രമേണ അപമാനം സഹിച്ച് ചിന്തയാണല്ലോ അപമാനം എന്ന ചിന്തയാണല്ലോ, അതായത് എന്നെ അവൻ വില വെച്ചില്ല എന്നുള്ള ചിന്തയാണ് അപമാനം എന്ന് പറയുന്നത്. ഈ ചിന്തയിൽ നിന്നും ഒരു ഇമോഷൻ ഉണ്ടാവില്ല, എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ആ ഒരു സങ്കടം, ദേഷ്യം, നിരാശ,
നിരാശ, അങ്ങനെ കുറേ ഇമോഷൻസ് വരില്ലേ. ഈ ഇമോഷൻസ് വന്നിട്ട് അത് ഇടയ്ക്ക് റിലീസ് ഇല്ലാതെ അല്ലെങ്കിൽ ഫൊഗീവ്നെസ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ ലാസ്റ്റ് തൈറോയിഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ക്രിയേറ്റിവിറ്റി, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തവർക്കും തൈറോയിഡ് വരുന്നു. നിങ്ങൾ തൈറോയിഡ് ഉള്ളവർ ശ്രദ്ധിച്ച് നോക്കും, നല്ല കഴിവുണ്ടായിട്ടും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ടോ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കും, സ്വന്തം കഴിവിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തവർക്കും വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അവർ അഫർമേഷനും ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ തൈറോയിഡിന് ഉള്ള അഫർമേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഇത് പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. ഐ എം അറ്റ് ദ വെരി സെൻറ്റർ ഓഫ്, ഓക്കെ ഞാനൊന്ന് വായിച്ചു നോക്കാം. ഐ എം ഫ്രീ ടു സ്പീക്ക് അപ്പ് ടു മൈസെൽഫ്. ഓക്കെ, വിക്ക് വരുന്നതിന് പറയുന്നുണ്ട്. പിന്നെ ഇത് പല്ല് സംബന്ധമായ ഐ മേക്ക് മൈ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ട്രൂത്ത് ആൻഡ് ഐ റെസ്റ്റ് സെക്യൂർലി നോയിങ് ദാറ്റ് ഓൺലി റൈറ്റ് ആക്ഷൻ ഈസ് മേക്കിംഗ് പ്ലേസ് ഇൻ മൈ ലൈഫ്. അതായത് ഞാൻ എൻ്റെ തീരുമാനങ്ങളെ സ്വതന്ത്രമായി സത്യസന്ധമായി തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ തുടങ്ങിയിരിക്കുന്നു. ഓൺലി റൈറ്റ് ആക്ഷൻസ് വിൽ ടേക്ക് ഹാപ്പൺ ഇൻ മൈ ലൈഫ്. അതായത് ഒരു അഫർമേഷനാണ്. അപ്പോൾ ലൂയിസെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ വഴിയാണ് നമുക്ക് മെജോറിറ്റി അസുഖങ്ങളും വരുന്നത്. നമ്മുടെ ചിന്തകൾ കൊണ്ടാണ് നമുക്ക് മെജോറിറ്റി അസുഖങ്ങളും വരുന്നത്. എന്തുകൊണ്ടാണ്? ഈ ചിന്തകൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് വഴിയാണ് നമുക്ക് മെജോറിറ്റി അസുഖങ്ങളും വരുന്നത്. ഈ അസുഖങ്ങളെ മാറ്റാനായിട്ട് നമ്മൾ റിലീസ് ചെയ്യണം. എന്ത് റിലീസ് ചെയ്യണം? നമ്മൾ ഇത്രയും നാളും ഈ ചിന്തകൾ കൊണ്ടുണ്ടാക്കിയ ഇമോഷൻസിനെ റിലീസ് ചെയ്യണം. നമ്മൾ ഇമോഷൻസിനെ റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്യുന്നതിനാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അത് പല രീതിയിൽ നമുക്ക് ഹീലിംഗ് ചെയ്ത് മാറ്റാൻ പറ്റും. എന്നിട്ട് പുതിയൊരു തോട്ട് പാറ്റേൺ അവിടെ രൂപം കൊള്ളണം. ഐ എം ഫ്രീ, ഐ ലവ് മൈസെൽഫ്. ഇത്രയും നാളും ഞാൻ പറഞ്ഞിരുന്നത് എന്നെ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല എന്നാണ് എൻ്റെ ചിന്ത, എൻ്റെ തോട്ട് പാറ്റേൺ എങ്കിൽ ആ തോട്ട് പാറ്റേൺ, ആ ചിന്ത മാറ്റിയിട്ട് ഐ ആം ഗുഡ് ഫോർ എവറിത്തിങ്, ഐ എം ദ ബെസ്റ്റ്, ഞാൻ ഏറ്റവും നല്ലതാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ്. അങ്ങനെ പുതിയ ഒരു തോട്ട് പാറ്റേൺ അവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും. നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട്, അതിനാണ് ഈ അഫർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും അനുകൂലമായ അഫർമേഷൻസ് ഉണ്ടാക്കി അത് റിപ്പീറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന വഴി, പ്രവർത്തിക്കുന്നത് വഴി, അത് മനസ്സിലേക്ക് എടുക്കുന്ന വഴി നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയണത്. അതായത് 6 മാസത്തിലുള്ള നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും പുതിയതായത് വരുന്നുണ്ട്. ഒരു 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 ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവേണ്ട ഒരു പീരീഡ് പറയുന്നത് 6 മാസമാണ്. 3 മാസം തുടങ്ങി 6 മാസം വരെയുള്ളൊരു സമയത്താണ് ട്രാൻസ്ഫോർമേഷൻ്റെ ഏറ്റവും ചുരുങ്ങിയ കാലയളവ് പറയുന്നത്. അപ്പോൾ എന്താണ്, 6 മാസം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും തന്നെ റെജുവിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ്. അപ്പം നമുക്ക് പറ്റും, ഉറപ്പായിട്ടും പറ്റും. നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളെ മാറ്റിയിട്ട് നമുക്ക് പുതിയ പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത കൊണ്ടുവന്ന് അവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു 50 വർഷം കൊണ്ട് ഉണ്ടാക്കിയ പാറ്റേൺ ഒരു രണ്ട് ദിവസം വന്ന് ക്ലാസ്സിലിരുന്ന് മാറുന്നൊന്നുമില്ല, ഒരാഴ്ച വന്നിരുന്ന് ക്ലാസ്സിലിരുന്ന് മാറുന്നൊന്നുമില്ല. 50 വർഷം കൊണ്ട് ഉണ്ടാക്കിയ പാറ്റേൺ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പുതിയൊരു പാറ്റേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം. അതിന് നമുക്ക് ധൈര്യം വേണം. അതായത് പലർക്കും അതിന് നേരമില്ല, പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ധൈര്യമില്ല, പേടിയാണ് എല്ലാവർക്കും. അതിനൊരു സമയം എടുക്കേ. നമ്മൾ എത്ര വർഷം കൊണ്ടാണ് ഈ ഒരു പാറ്റേണിലേക്ക് വന്നതെന്ന് നമ്മൾ ആലോചിക്കണില്ല. എത്ര വർഷം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാക്കിയെടുത്തതെന്ന് നമ്മൾ ആലോചിക്കണില്ല. പക്ഷെ നമുക്ക് പരിഹാരം ചെല്ലുമ്പോൾ മരുന്ന് കഴിച്ചാൽ അപ്പം തന്നെ മാറണം, അല്ലേ? അങ്ങനെയല്ലേ? മരുന്ന് കഴിച്ചാൽ അപ്പം, എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ അസുഖം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ പരിഹാരത്തിന് കുറച്ച് നാളെങ്കിലും നമുക്ക് ക്ഷമ വേണ്ടേ? നമുക്ക് കുറച്ച് നാളെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യണ്ടേ? പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായാലും നമ്മുടെ അസുഖങ്ങളും ഒക്കെ നമുക്ക് മാറ്റി നമുക്ക് സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്ക് മാറ്റാൻ പറ്റും. ഈ ജീവിതം നമുക്ക് അനുകൂലമായി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റാനുള്ള എല്ലാ കഴിവും തന്നിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടേക്കുന്നത്. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ്, നമുക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവ്, നമുക്ക് സ്കില്ല് വർദ്ധിപ്പിക്കാൻ, എന്ത് വേണം എല്ലാം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ലോകത്താണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്വയം സൃഷ്ടിച്ച, അല്ലെങ്കിൽ നമ്മളിൽ ആരോ ഇൻജെക്ട് ചെയ്ത കുറേ അനാവശ്യമായ നെഗറ്റീവ് ചിന്തകളിൽ തന്നെ കുടുങ്ങിക്കിടക്കണേ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറിക്കൂടെ? എങ്ങനെ വേണമെങ്കിലും മാറിക്കൂടെ? പക്ഷെ മാറാൻ, ഇപ്പം ഇന്നലെ തന്നെ ക്ലാസ്സിൽ ഒരു പകുതി കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ലീവ് ചെയ്ത്, അവർക്ക് തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പം ഞാൻ പറയുകയാണ്, എന്താണ് ക്ഷമയില്ല. ഇത് ഒരു ദിവസത്തെ എക്സസൈസ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കാനുള്ള ഒരു ക്ഷമയില്ല. അപ്പോഴേക്കും അവർ ലീവ് ചെയ്യുവാണ്. അതായത് അവർക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ നോക്കിയേ, നമ്മൾ ക്ഷമ വേണം. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഈ ഒരു ജീവിതം നമുക്ക് അനുകൂലമായി മാറ്റണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കുക തന്നെ വേണം. ആ എടുക്കുന്ന സമയം ഒരിക്കലും നഷ്ടാവില്ല. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ചിന്തകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റും. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്, അതായത് പോസിറ്റീവായിട്ട്
ഇങ്ങനെ ആലോചിച്ചോ, നമ്മുടെ ശരീരം ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. ഓരോ ചിന്തകൾ കൊണ്ടും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്, ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെ കൊല്ലുന്ന കെമിക്കലും പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന കെമിക്കലാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ, സാമ്പത്തികമായ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ഒരു മാസം നമുക്ക് ഒരു ബിസിനസ്സിലൊരു തളർച്ച വരുമ്പോൾ നമ്മൾ അതോടുകൂടി നമ്മൾ തളർന്നു അല്ലേ, നമ്മൾ തളർച്ച, നമുക്ക് പിന്നെ അതിൽ നിന്ന് കയറി വരാൻ കുറച്ച് കുറച്ച് കരുത്ത് തന്നെ വേണം. പക്ഷെ നമ്മൾ ആലോചിക്കുന്നില്ല, ഈ ഒരു മാസത്തെ ഇപ്പോൾ വന്ന ഈ ബിസിനസ് പരാജയം അടുത്ത മാസം റിപ്പീറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? നമ്മൾ വിചാരിക്കണം അടുത്ത മാസം ഇങ്ങനെ തന്നെ ആയിരിക്കും, അടുത്ത മാസം ഇങ്ങനെ തന്നെ. അങ്ങനെ ബിസിനസ്സിൻ്റെ അല്ല, എല്ലാ കാര്യത്തിലും ഇങ്ങനെ നമുക്ക് ഒരു വർഷത്തിൽ ഒരു മാസം മോശമാണെന്ന് വെച്ചാൽ ബാക്കി 12 മാസം മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ, അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. ഓ, കഴിഞ്ഞ മാസം കൊള്ളൂലായിരുന്നു, ഈ മാസം ഇനി അങ്ങനെ. അപ്പോഴേക്കും നമുക്ക് പേടിയായി തുടങ്ങി. പിന്നെ ഈ മാസം അതേപോലെ എന്തോരം പേടിക്കണം, അതനുസരിച്ച് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്താണ് റിപ്പീറ്റ് ചെയ്യണത് അത് മനസ്സിലാക്കുക. ഈസ് ഇസ് വാട്ട് ഐ വോണ്ട് ഇൻ മൈ ലൈഫ്, ഇതാണോ എനിക്ക് വേണം. ഒരു നെഗറ്റീവായിട്ട് ചിന്ത വരുമ്പോൾ നിങ്ങൾ അപ്പം നോക്കുക, നിങ്ങളൊരു അലാറം വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താ അഫർമേഷനൊക്കെ സെറ്റ് ചെയ്യുക. അഫർമേഷനൊക്കെ പറയാണ്ട് മൊബൈലിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനോ മൊബൈലിൽ അലാറം വെക്കുക. കാരണം നമുക്ക് മനസ്സിൽ ഓർമ്മയില്ലേ, നമ്മളിങ്ങനെ പിടിവിട്ട പട്ടം പോലെ നമ്മളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോസിറ്റീവ് തിങ്കിങ്ങിലേക്കൊന്ന് വരാനുള്ള ഒരു സ്റ്റാമിന നമുക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പം നിങ്ങളുടെ മൊബൈലോ അല്ലെങ്കിൽ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അലാറമൊക്കെ വെക്കുക. അലാം വെച്ച് കഴിഞ്ഞിട്ട് അത് അടിക്കുമ്പോൾ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് പോവാം. നമുക്ക് അസുഖത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഹെൽത്തിൻ്റെ, അപ്പോൾ നമ്മൾ, ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ മണി അഫർമേഷൻ രാവിലെ ഇട്ടോളൂ. ഒരു മാഡം അല്ല, 2 പേര് വിളിച്ചിരുന്നു. അവർക്ക് അഫർമേഷൻ, ആ അഫർമേഷൻ ഒരാൾ പറഞ്ഞു കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പൈസ കിട്ടിയെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് എൻ്റെ ഫോണിൽ കിടക്കണ്ട, വോയിസ് മെസ്സേജ്. അത് കഴിഞ്ഞ് അയാൾ എന്നെ 2 പ്രാവശ്യം വിളിച്ചേ. അയാൾ കേട്ടിട്ട് പൈസ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അയാൾ മെസ്സേജ് ഇട്ടു, അയാൾക്ക് എവിടെന്നോ പൈസ കിട്ടാനായിട്ട് കുറേ നാളായിട്ട് കിട്ടാതിരിക്കുകയായിരുന്നു, പക്ഷെ അവർ വിളിച്ചിട്ട് അവർ പൈസ, അപ്പോൾ ആദ്യത്തെ മെസ്സേജ് വന്നപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒരുപാട് പൈസ വരട്ടെ, ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. നമ്മളൊരു ബ്ലെസ് ചെയ്യാന്നുള്ളത് നമ്മളിങ്ങനെ പറയുന്നതാണല്ലോ. പക്ഷെ അവർ പറഞ്ഞു ആ ഒരു സെൻറ്റൻസ് കേട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് നേരം കൊണ്ട് അവരുടെ ആ പൈസ കൊടുക്കാനുള്ള ആൾ തിരിച്ച് വിളിക്കും, അവർക്ക് പൈസ കിട്ടിയെന്ന് പറയുകയും ചെയ്യും. അപ്പം നമ്മുടെ ശുക്രൻ എന്നൊക്കെ പറയൂലേ, നമ്മുടെ സമയം എപ്പോഴാണ് തെളിഞ്ഞു വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ എല്ലാ സമയവും നമുക്ക് ഒരുപോലെ ഇരിക്കുകയൊന്നുമില്ല. അൽഹംദുലില്ലാ. മിസ് എൻ മിസ് എന്നെ ആരാന്നിക്ക് അറിഞ്ഞൂടാ, ആരാ എന്നെ വിളിച്ചിരുന്നു, ഈ ഷംസി ഇല്ല, ഷംസി ഇതിലുണ്ട്. ഷംസി ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും ഷംസി, പറയാൻ പറ്റുമോ? മൈക്ക് ഓൺ ചെയ്ത് പറയാമോ? ഷംസി ഉണ്ടോ? പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ക്ലാസ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഷംസിക്ക് പറയാമോ? ആയി. പറയാം പറയാം. ആ, പറയൂ. മനസ്സ് വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നതിന് ഇപ്പൊ മാം എന്നോട് സംസാരിക്കുന്ന പോലെ നല്ലോണം എനിക്ക് ഫീൽ ചെയ്തു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഷംസിക്ക് പറയാൻ ഇപ്പോഴാണ് ഞാൻ ഷംസിയുടെ ഒച്ച കേൾക്കണത്. അപ്പോൾ അപ്പം നമുക്ക് ചിലപ്പോൾ 12 മാസത്തിൽ 11 മാസവും നമുക്ക് കഷ്ടപ്പാടായിരിക്കും ചിലപ്പോൾ. പക്ഷെ നമ്മൾ പ്രതീക്ഷ വിടരുത്. 12ാമത്തെ മാസത്തിൽ ഒരു ദിവസം മതി നമ്മുടെ ലൈഫ് രക്ഷപ്പെടാൻ. ഒരു ദിവസം മതി നമ്മുടെ ലൈഫ് രക്ഷപ്പെടാൻ. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാവരോടും, ബിസിനസ് ആയാലും എന്തായാലും ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ള എൻ്റെ ഒരു സജഷനാണ്, ഒരു റിക്വസ്റ്റാണ്, ഒരു അഡ്വൈസാണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പ്രതീക്ഷ വിടരുത്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഏത് സമയത്താണ് നമ്മളിലേക്ക് ഇത് വരാന്ന് പറയുക. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളിങ്ങനെ, ഇത് മാത്രമല്ല, എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. എത്രയോ നല്ല നല്ല കണ്ടന്റ് ഈ ചാനലിൽ ഫസ്റ്റത്തെ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്ത് ഇപ്പോൾ ഇടുന്നതിലും 10 മടങ്ങ് വാല്യൂ ഉള്ള കുറേ കണ്ടന്റുകളൊക്കെ ഞാൻ അതിലിട്ട്. അന്നൊന്നും ആരും ഇത് കാണാനോ ആരും ഉണ്ടായില്ല. പക്ഷെ ഞാൻ നിർത്തിയില്ല. എന്തെങ്കിലും ഇത് ആളിലേക്ക് എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അതൊരു സമയം വന്നു, നമ്മൾ അത് ക്വിറ്റ് ചെയ്തിരുന്നെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞു പോയാൽ. നമ്മൾ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്, അപ്പം ആ ആക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്കൊരു മാനസിക ബലത്തോടു കൂടി ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. പണം എന്താ, ഇപ്പം ഞാൻ ഒരു വെൽത്ത് കോച്ച് എന്ന രീതിയിൽ വെൽത്തും ഹീലിംഗും ആണ് ഞാൻ മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇത് രണ്ടുമാണ് എനിക്കില്ലാതിരുന്നത്. എനിക്കില്ലാത്ത കാര്യത്തിലാണല്ലോ ഞാൻ വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് രണ്ടും എനിക്കില്ലാതിരുന്നപ്പോഴാണ് ഞാൻ അതിൽ കയറി പിടിച്ച് അതിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയണം, നമ്മുടെ മനസ്സ് നോർമലാക്കി, നമ്മുടെ ചിന്തകൾ കറക്റ്റാക്കി, നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമ്മുടെ ലൈഫിനെ മാറ്റാൻ പറ്റും. അതിനെടുക്കണ സമയം നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. നിങ്ങൾ പോട്ടെ 1 വർഷം എടുത്തോ, ഇനി 2 വർഷം എടുത്തോ, കുഴപ്പമില്ല. 2 വർഷം എടുത്തോ, എന്നാലും സാരമില്ല. ബാക്കിയുള്ള വർഷങ്ങൾ നമുക്ക് സേവ് ചെയ്തൂടെ? നമ്മൾ ഈ ജീവിതാവസാനം മുഴുവനും കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ഇത് പറയും. ഇപ്പം ഞാൻ പറയട്ടെ,
നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയാൽ ചിലപ്പോൾ 1-2 വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പം അത് ശരിയായി വരും, ട്രാക്കിൽ വരണം. അത് നിർത്തിപ്പോയാലോ, എന്നിട്ട് അടുത്ത ബിസിനസ് തുടങ്ങും, അടുത്ത ബിസിനസ്, അങ്ങനെ പോയാലോ അവനൊരിക്കലും രക്ഷപ്പെടാൻ പോണില്ല. ഇത് നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ചാനലിലൂടെ എനർജി കൊടുത്ത് 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 വിശ്വസിച്ച് വർക്ക് ചെയ്താണ് നമ്മൾ എത്തണം. അപ്പോൾ ഈ വിശ്വാസത്തിന് കൂട്ടുപിടിക്കാൻ നമ്മുടെ മണി മൈൻഡ് സെറ്റ്, നമ്മുടെ വെൽത്ത് മൈൻഡ് സെറ്റ്, നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്, അത് ഹെൽത്തിലായാലും വെൽത്തിലായാലും റിലേഷൻഷിപ്പിൽ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെൽത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാത്തിലും ഹീലിംഗ് അത്യാവശ്യമാണ്. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ലൈഫിനെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. ഇത് എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. പലർക്കും പല അനുഭവങ്ങളുണ്ടാവും, പക്ഷെ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ് നമുക്ക് ലൈഫിൽ നമ്മൾ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അതിനെടുക്കുന്ന സമയവും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും എന്തായാലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല ഒരിക്കലും. ലൈഫ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താനുള്ള എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. ഏ അത്രയും നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് 10 വിരലും, അതായത് 2 കൈയും കൊണ്ട് തന്നിട്ടാണ് വിട്ടേക്കണേ. നിങ്ങൾ പോയി പണിയെടുത്തോ, നല്ലൊരു ഹൃദയം തന്നിട്ട് ഫിറ്റ് ചെയ്ത് പറഞ്ഞിട്ട് വെച്ചേക്കണം. അതിൽ വെച്ചിട്ട് പണിയെടുക്കുക, നമ്മളെ രക്ഷിക്കണം. നിങ്ങൾ ആ മണിയുടെ അഫർമേഷൻസ് ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ അതിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞേക്കണേ. ഞാൻ പറയണ എന്താണ്, ഈ പ്രപഞ്ചത്തിന്റെ സമ്പത്തിന് എനിക്ക് അർഹതയുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞേക്കണേ, ഈ പ്രപഞ്ചത്തിന്റെ സമ്പത്തിന് എനിക്ക് അർഹതയുണ്ട്. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ സമ്പത്ത്? എൻ്റെ ദൈവത്തിന്റെ സമ്പത്താണ്. എനിക്ക് എൻ്റെ ദൈവം അല്ലാതെ പിന്നെ എനിക്ക് ആരാ പൈസ തരണേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നന്നാക്കണത് ആരാണ്? അല്ലേ? അപ്പോൾ എനിക്ക് അർഹതയുണ്ടെന്നേ. എനിക്ക് എത്ര പ്രാവശ്യം എൻ്റെ കാലിടറിയാലും ഞാൻ നേരെ വരും, ഉറപ്പാണ്. സൂപ്പർ ക്ലാസ്. താങ്ക് യു സോ മച്ച് സനൂജ. ധന്യജ. ഓക്കെ, ആ ഒരു വിശ്വാസമാണ്. അപ്പോൾ അത് പോസിറ്റീവ് തിങ്കിങ് വേണ്ടേ നിങ്ങൾക്ക്? അപ്പം നിങ്ങൾക്ക് ആ പോസിറ്റീവ് തിങ്കിങ് തന്നെ പറ്റണില്ല എങ്കിൽ നിങ്ങളൊരു മെൻറ്ററുടെ സപ്പോർട്ട് എടുക്കണ്ടേ? വേണ്ടേ? വേണം. നമുക്ക് തന്നെ പഠിച്ചൊരു ഡോക്ടറാവാൻ പറ്റും? തന്നെ പഠിച്ചൊരു വക്കീലാവാൻ പറ്റുമോ? ഇല്ല. ലൈഫിൽ മാത്രം തന്നെ ചെയ്ത് ഞാൻ ശരിയായിക്കോളാം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് മനസ്സിലാവണില്ല. എനിക്കതങ്ങനെ മനസ്സിലാവില്ല. എൻ്റെ ലൈഫ് ഞാൻ ശരിയാവില്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമുക്കൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ ഇപ്പം നോക്കൂ, ഹീലിംഗ് ക്ലബിലേക്ക് വന്ന എല്ലാവരും തന്നെ അവരെല്ലാവരും ഹാപ്പിയാണ്. ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ സത്യത്തിൽ നോക്കിയിട്ടില്ല. പക്ഷെ എല്ലാവരും ഇപ്പോൾ വരുന്ന എല്ലാവരും തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് ഓരോ ക്ലാസ്സിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുന്നത്. എന്താണ് അവർക്ക് അതിൻ്റെ ആ ഒരു സന്തോഷം സമാധാനം ഓരോ ദിവസവും ചെല്ലുമ്പോഴും കിട്ടുന്നുണ്ട്. അത് എവിടെയാണ് അവർ മാറ്റം വരുത്തിയത്? അവരുടെ ചിന്തകളിലാണ് മാറ്റം വരുത്തിയത്. അതിനാണ് ഞാൻ ഈ പറയുന്ന പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയണേ. ചിന്തകളിൽ മാറ്റം വരുത്തൂ. നിങ്ങളുടെ ലൈഫ് അതിന് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ഇപ്പം തന്നെ കണ്ടില്ലേ, ഓരോ ആഗ്രഹങ്ങൾ അവർ എഴുതി വെച്ച് നേടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് വേണ്ടത്? അറ്റ്ലീസ്റ്റ് ഒരു 10 ഡിസയേഴ്സ് എങ്കിലും നമുക്ക് ടോപ്പ് 10 പ്രയോറിറ്റിയിൽ എല്ലാ ദിവസവും നമുക്ക് എഴുതി 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 തെളിയിക്കാൻ നമുക്ക് പറ്റണം. പല വഴിക്ക് ഇങ്ങനെ വാറി പറഞ്ഞു പോണതിന് പകരമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഒരു മിഷനായിട്ട് നമ്മൾ എടുത്തേക്കാണ് മൈൻഡ് പവർ അക്കാദമി എന്നൊക്കെ പറഞ്ഞ പേര് എൻ്റെ മനസ്സിൽ എപ്പോഴോ വന്നതാണ് കേട്ടോ. അതൊക്കെ പറയാം. ഞാൻ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുകയാണ് വിജയൻ സാറിൻ്റെ അടുത്ത് നിന്ന് ആദ്യം പഠിച്ചത്. അപ്പം ഞാൻ വെച്ചാൽ മൈൻഡ് പവർ അക്കാദമി പല പേര് എനിക്കൊരു പേരൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പം ഞാൻ വെച്ചാൽ മൈൻഡ് പവർ അക്കാദമി അങ്ങനെ ഇട്ടതാണ്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ വന്നതാണ് ആദ്യം. ഈ മൈൻഡ് പവർ അക്കാദമിയും ഈ വെൽത്ത് ക്ലബ്ബും ഇതൊക്കെ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ്. എനിക്ക് എൻ്റെ ദൈവം തോന്നിപ്പിച്ചെന്നാണ്. ഒരു മറ്റേ നവ്യ നായർ പറഞ്ഞിട്ട് എൻ്റെ ബുദ്ധിയിൽ എപ്പോഴും വന്ന കുറേ ചിന്തകളാണ്. ആരും ഉണ്ടായിരുന്നില്ല ഗൈഡ് ചെയ്യാനും. ആ ദൈവികമായ ഒരു ഗൈഡൻസ് മാത്രമേ ഉണ്ടായുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ പോ ഒരു ക്യാമറ നേരെ വെച്ച് വീഡിയോ പിടിക്കാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എനിക്കറിയോ, ഇന്നും കൂടെ എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞോളൂ, ആദ്യത്തെ വീഡിയോ ഒക്കെ ക്യാമറ ഭയങ്കര അടുപ്പിച്ച് വെച്ചിട്ട് മുഖം കൊണ്ട് തുറിച്ചിരിക്കണമായിരുന്നു. ഇപ്പം നന്നായിട്ടുണ്ടെന്ന് പറയും. ഇന്നും കൂടെ ഞാൻ കേട്ടിട്ട് വരുള്ളൂ. അപ്പം നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഡിവൈൻ ഗൈഡൻസിൽ നമ്മൾ ഇറങ്ങിയ എൻ്റെ കാര്യം പറയണേ. ഒരു രീതിയിലും എനിക്ക് സപ്പോർട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു രീതിയിലും എനിക്ക് പോലും അറിയില്ല. ഞാൻ എല്ലാം പോട്ടെ, ഈ വീഡിയോസിൽ ഞാൻ തമ്പനയിൽ ഇട്ട് തുടങ്ങിയത് ഫർസാന വന്നേ പിന്നെയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ, ആദ്യത്തെ വീഡിയോസ് ഒന്നുമില്ല. അപ്പം നമുക്ക് എൻ്റെ മനസ്സിന് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര പേരുണ്ട്? 2 പേജ് സൂം ഉണ്ട്, 2 പേജ് ഒരാൾ പോലും ഇല്ലാതെ സൂമിൽ ആരുമില്ലാതെ തുറന്നെടുത്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. ആരുമില്ലാതെ അന്ന് ആരുമില്ലാതെ ഒരാളിരുന്നിട്ടൊക്കെ എത്രയോ പ്രാവശ്യം സൂം തുറന്നു വെച്ചിരുന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ പ്രതീക്ഷ വിട്ടില്ല. കാരണം ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടൂലായിരുന്നു. അപ്പം നിങ്ങൾ ഈ ഇരിക്കുന്ന ഇത്രയും പേരൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടതാണ്. നിങ്ങൾ വന്നേക്ക് മുമ്പ് ഞാൻ മനസ്സിൽ കണ്ടതാണ്. ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ.
നിങ്ങൾ ഈ ഇരിക്കുക, വേറൊരു മാനിഫെസ്റ്റേഷൻ വേണ്ട. ഈ കാണുന്ന ഞാൻ എൻ്റെ ബുക്ക് എവിടെയെന്ന് അറിയില്ല, ഈ കാണുന്ന ഈ 2 പേജ് സൂം ഉണ്ടല്ലോ, ഞാൻ എഴുതി ഉണ്ടാക്കിയതാ. അതിലും വലിയ തെളിവ് നിങ്ങൾക്ക് വേണോ? അതിലും വലിയ തെളിവ് വേണം. ഞാൻ എഴുതി ഉണ്ടാക്കിയത്. അപ്പം ഈ ദിവസം ഇരുന്ന് എഴുതും. എൻ്റെ സൂമിൽ മീറ്റിങ്ങിൽ നിറച്ച ആൾക്കാർ വരുന്നു, നിറച്ച ആൾക്കാർ വരുന്നു, ഇങ്ങനെ ഇരുന്ന് എഴുതും, ഇങ്ങനെയാണ്. ഐ എം സോ ഹാപ്പി. എന്നിട്ട് അതിൻ്റെ ഫീലിംഗ് എഴുതും ഞാൻ. അടിപൊളി, ആ എന്ത് രസമായിരിക്കല്ലോ, അടിപൊളി, ഇങ്ങനെ ഇരുന്ന് പറയുന്നു. അതേപോലെ ഓരോ കാര്യങ്ങൾ ഈ ഇരിക്കണ ഈ കസേര ഉണ്ടല്ലോ, കസേര ഒരു പൊട്ട കസേരയല്ല ഞാൻ ഇരുന്നിരുന്നത്. ഒരു ഡൈനിങ് ടേബിൾ വെച്ചിട്ട്. അപ്പം ഞാൻ എഴുതി എഴുതി എല്ലാ ദിവസവും ഞാൻ നല്ലൊരു അടിപൊളി കസേര വാങ്ങിക്കുന്നു, നല്ലൊരു അടിപൊളി കസേര വാങ്ങിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വേറെ വഴിക്ക് പോകുമ്പോൾ തിരിച്ച് എന്നെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകും. നീ ആ കടയിൽ പോ, അങ്ങനെ കൊണ്ടുപോയിട്ട് ദൈവം കൈ പിടിച്ച് കൊണ്ടുപോകുന്നില്ല, അങ്ങനെ കൊണ്ടുപോയി തന്നെ വാങ്ങിച്ച്. അവിടെ കണ്ടതിൽ ഏറ്റവും നല്ല കസേര ഇതായിരുന്നു, ആ ഒരു കടയിലുണ്ട്. ഞാൻ എനിക്ക് വേറെ ഒന്നും വേണമെങ്കിൽ ഇത് മതി. എൻ്റെ അടുത്ത് ഈ കസേര വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട്, വേറെ ആരാണെങ്കിലും വാങ്ങിക്കൂല. അപ്പം അതിൻ്റെ വിലയും പറയാം, 10,500 രൂപ. ആകെ 10 രൂപ, 11 രൂപ കണ്ടിട്ടുള്ളൂ. അന്ന് അന്ന് വൈകുന്നേരം വന്നതാ. അന്നിട്ട് ഞങ്ങൾ ആ കടയിലേക്ക് പോയതൊന്നുമല്ല, വേറെ എവിടെ പോയിക്കുമ്പോൾ അന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ആ കടയിൽ കയറി. അപ്പോൾ വേറെ ആരാണെങ്കിലും വാങ്ങിക്കില്ല, കാരണം ആ പൈസക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ കസേര മതി. ഞാൻ ആ കിട്ടിയ പൈസ മുഴുവൻ കൊണ്ടുവന്നു. അപ്പോൾ അതേപോലെ ഓരോ കാര്യങ്ങളും, ഞാൻ എടുക്കുന്ന ഈ ലാപ്ടോപ്പ്, എല്ലാം 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 ഒന്നും ഉണ്ടായിരുന്നില്ല. ബിഗ് ഫ്രം ദ സ്ക്രാച്ച് എന്ന് പറയും. അപ്പൊ എനിക്ക് ഇവിടേക്ക് ആവാൻ പറ്റും. ഇപ്പോഴും എനിക്ക് പല ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ എനിക്ക് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയണമെന്നില്ല. നിങ്ങൾക്ക് ഒരു ഡിവൈൻ സപ്പോർട്ട്, നിങ്ങൾ അവിടെ അങ്ങോട്ട് സറണ്ടർ ചെയ്താൽ മതി. ഒന്നും അറിയണമെന്നില്ല. പക്ഷെ ട്രസ്റ്റ് വേണം, നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം, നല്ല പോസിറ്റീവായിട്ട് ചിന്തകൾ ഉണ്ടാവണം. പോസിറ്റീവായിട്ടുള്ള, ഇങ്ങനെ ആലോചിച്ചാൽ മതി, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകും. ഡൊപ്പാമിനാണോ ഡോപ്പമൈനാണോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഒന്നും വിഷയമൊന്നുമില്ല. അത് എന്തായാലും അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഗുണമാണ്. നമ്മുടെ ശരീരം നന്നായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഗുരു ആരാ? ഞാൻ ഫസ്റ്റ് പഠിച്ചത് നമ്മുടെ ലൈഫ് ലൈനിൽ നിന്ന് ഡോക്ടർ പി വിജയൻ സാറിൽ നിന്നാണ്. കാർത്തിക എന്ന് പറഞ്ഞിട്ടൊരു കാർത്തിക നായരുണ്ട്. ഇവർ മലയാളിയാണ്, പക്ഷെ അവർ ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്. അവിടെ നിന്ന് വെൽത്തിൻ്റെ എല്ലാ ക്ലാസ്സും ഞാൻ അവിടെ നിന്ന് പഠിച്ചേക്കുന്നത്. പിന്നെ EFT പഠിച്ചിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ അടുത്ത് നിന്ന്. പിന്നെ 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 ഗുരുക്കന്മാരാരാണ്? പിന്നെ ഞാൻ കാണാത്ത വീഡിയോസ് ഇല്ല, ഞാൻ കാണാത്ത ട്രെയിനേഴ്സ് എല്ലാവരെയും ക്ലാസ് കേട്ടു. ഫാദർ ടോബി. സോറി, ഫാദർ ടോബി അച്ഛൻ്റെ അടുത്ത് പോയി NLP പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ പോയി പൈസ ഉണ്ടാക്കി ഞാൻ തന്നെ പോയി പഠിച്ചു. ആരും എന്നെ സപ്പോർട്ട്, മാം ഞാൻ ഇനി ജോയിൻ ചെയ്തോ, ഇന്ന് ജോയിൻ ചെയ്തോ, ഗ്രേറ്റ് ഫ്രം മുഹമ്മദ് യാഫി എന്ന് ജോയിൻ ചെയ്തു. ഇന്നൊരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഇത് നിന്നിട്ട് പറയണം, നിങ്ങൾ ഏത് അവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല. ഏത് അവസ്ഥയിലാണ് എൻ്റെ നെക്സ്റ്റ് ലെവലിൽ പോകാൻ പറ്റും. അതിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആക്കുക, ഇമോഷൻസ് കറക്റ്റ് ആക്കുക. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക. ഒരാളുണ്ട്, ഒരു ശക്തിയുണ്ട്. ആര് നിങ്ങൾക്ക് ഇല്ലേ, മഠത്തിൻ്റെ ഒക്കെ ആരെതിര് നിന്നാലും ഞാൻ കൂടെയെങ്കിൽ നിനക്ക് ആരെതിര് നിൽക്കും? നിന്റെ ഭാരം മുഴുവൻ എന്നെ ഏൽപ്പിച്ചോളൂ. എന്തൊക്കെയാണ് ഈ ക്രിസ്ത്യൻസ് മറ്റേ മഠത്തിൻ്റെ ഒക്കെ ചുമരിലൊക്കെ എഴുതിയൊക്കെ അതൊക്കെ ഇല്ല, ദിവ്യവചനങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചൊക്കെ നോക്കുക. ഖുറാനിലും ബൈബിളിലൂടെ ഒക്കെ പോകുമ്പോൾ വെറുതെ മൊത്തി എടുത്ത് വെക്കണല്ലാതെ ഒന്ന് കൊടുക്കുക. ഓക്കെ, ഫർസാന. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിട്ട് നിർത്താം. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന് ഒരു നല്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഞാൻ 9:30 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ മുഖം ഓർമ്മ വന്നപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. നമുക്ക് 2 കോഴ്സുകളാണുള്ളത്, മൈൻഡ് പവർ അക്കാദമി 2 കോഴ്സ്. ഇത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജോയിൻ ചെയ്ത ഇത് മൈൻഡ് കോച്ചിങ് പ്രോഗ്രാമാണ്. നിങ്ങളുടെ ഗുരു ആരാ? ഇതൊക്കെ ഞാൻ വായിച്ചാൽ ഓക്കെ. അപ്പോൾ 2 പ്രോഗ്രാമാണുള്ളത്. ഒന്ന് ഹീലിംഗ് ക്ലബ്ബ് എന്ന് പറയുന്നത് വൈകുന്നേരം 2 ബാച്ച്, 3 മണിക്ക് 9 മണിക്കായിട്ട് നടത്തുന്ന 2 ബാച്ച്. അതാണ് നമ്മുടെ ബേസിക് കോഴ്സ്. പിന്നെ ഒരു റെക്കോർഡഡ് ക്ലാസ്സും കൂടെ ഉണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ്റെ 30 ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹീലിംഗ് ക്ലബ്ബാണ് വരുന്നത്. ഹീലിംഗ് ക്ലബ്ബിൽ നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, എനിക്കറിയാവുന്ന എല്ലാ ഹീലിംഗ് മൊഡാലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊരു ചെറിയ പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് വാല്യൂ കൊടുക്കുമ്പോൾ ഫുൾ വാല്യൂ കൊടുക്കണം. ഒരിക്കൽ ഞാൻ ഈ ക്ലാസ് തുടങ്ങി, ഇപ്പം നിങ്ങൾക്കറിയാലോ, ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ഫുൾ വാല്യൂ കൊടുക്കും.
അത് ഞാൻ എന്താണ് പേയ്മെന്റ് അങ്ങനെയൊന്നും അല്ല നോക്കുന്നത്. അപ്പോൾ ഹീലിംഗ് ക്ലബ്ബ് എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ക്ലബ്ബ് നമുക്കുണ്ട്. ഹീലിംഗിന്റെ എല്ലാ മൊഡാലിറ്റീസും ഇന്നർ ചൈൽഡ് ഹീലിംഗ് അടക്കം നമ്മൾ EFTയും ഇൻക്ലൂഡ് ചെയ്തിട്ട് പെയിൻ ഹീലിംഗ്, ബോഡി സ്കാനിങ്, പിന്നെന്താ ബ്രീതിങ് ടെക്നിക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഹീലിംഗ് ക്ലബ്ബ്, അവയർനെസ്, മൈൻഡ്ഫുൾനെസ് എല്ലാം ഉള്ള ഒരു ഹീലിംഗ് ക്ലബ്ബാണ് നമ്മുടെ ഫസ്റ്റത്തെ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. ലൈവ് ക്ലാസ് ആണ് ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോർണിംഗിൽ 6:30 to 7:30 നടത്തുന്ന പ്രീമിയം മെൻറ്ററിങ് ആണ്. പ്രീമിയം മെൻറ്ററിങ്ങിൽ 6 മാസത്തെയാണ് പ്രീമിയം മെൻറ്ററിങ് എന്നും. നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ എല്ലാ തോട്ട് പാറ്റേൺസും കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ ഗൈഡ് ചെയ്ത് പോകുന്ന ഒരു പ്രോഗ്രാമാണ് പ്രീമിയം മെൻറ്ററിങ്. അതിൽ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഹീലിംഗ് ക്ലബ്ബ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. മൈൻഡ് മാസ്റ്ററി, മാനിഫെസ്റ്റേഷൻ മാസ്റ്ററി എന്ന് പറയുന്ന ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാനുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. നിങ്ങളുടെ എന്ത് ഡൗട്ടിനും കൈ പിടിക്കാനുണ്ട്. ഇത് 6 മാസത്തെ പ്രീമിയം മെൻറ്ററിങ് ആണ്. ഇതിൽ നിങ്ങൾ 6 മാസം കൊണ്ട് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഒരു കറക്റ്റ് 6 മാസമല്ല, ഒരു വർഷമായിട്ട് എൻ്റെ വെൽത്ത് ക്ലബ്ബിൽ ഇരിക്കുന്ന കുട്ടിയുണ്ട്. അതായത് അവൻ കഴിഞ്ഞ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഈ ബാച്ച് അവൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നോമ്പൊക്കെ അല്ലേ വരാം, നമുക്കൊരു ബ്രേക്ക് എടുക്കാം, നമുക്ക് ഈ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതേപോലെ ചിലപ്പോൾ വൈൻഡപ്പ് ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു എനിക്ക്. ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ ബ്രേക്ക് എടുക്കണ്ട മാഡം, എനിക്കിങ്ങനെ ഇത് വിട്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് അതുകൊണ്ട് എന്താണ് ബ്രേക്ക് എടുക്കുന്നില്ല, നമ്മൾ ആ ഒരു അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒരിക്കലും നഷ്ടാവില്ല നിങ്ങൾക്ക്. പ്രീമിയം മെൻറ്ററിങ് ആർക്കൊക്കെ ലൈഫ് കോച്ചിങ്, 1-2 പേര് ലൈഫ് കോച്ചിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് കോച്ചാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം. ബിസിനസ് ചെയ്യാൻ ചെയ്യുന്നവർക്ക് വരാം. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ്. ഹൗസ് വൈഫാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന, പൈസേനെ പറ്റി മണിയെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് വരും. ലൈഫിൽ വിജയിച്ച എല്ലാവർക്കും മെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു മെൻറ്ററെ സപ്പോർട്ട് എടുക്കാം. നിങ്ങൾ നോക്കൂ, ഈ ഏറ്റവും വലിയ രീതിയിൽ ബിസിനസ് നടത്തുന്ന ബിസിനസ് പീപ്പിൾ അവരും നല്ല മെൻറ്റേഴ്സ് ഗൈഡൻസിലാണ് പോകുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരൊക്കെ വെറുതെ ചുമ്മാ? MA യൂസഫലി സാറിനോട് ചോദിച്ചു നോക്കൂ, പുള്ളിക്ക് ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട്. മമ്മൂട്ടിയോട് ചോദിച്ചു നോക്കൂ, ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട്. എല്ലാവരും വിജയിച്ച എല്ലാവരോടും നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കൂ, അവർക്കൊക്കെ മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു മെൻറ്ററുടെ സപ്പോർട്ട് ലൈഫിൽ അത്യാവശ്യമാണ്. ഞാനുമായിട്ട് നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത്രയും ഞാൻ പറയുന്നുള്ളൂ, അങ്ങനെ അലൈൻഡ് ആണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നോളജ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ആൻഡ് ജോയിൻ വിത്ത് പ്രീമിയം മെൻറ്ററിങ് ആണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുക. ഹീലിംഗ് കാരണം പ്രീമിയം മെൻറ്ററിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീലിംഗ് ക്ലബ്ബ് ഫ്രീ ആണ്, ലോ ഓഫ് അട്രാക്ഷൻ ഫ്രീ ആണ്, സ്പോക്കൺ ഇംഗ്ലീഷ് ഫ്രീ ആണ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഫ്രീ ആണ്, ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും. അതായത് ലൈവ് ക്ലാസ് 6 മാസം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് ലൈഫ് ലോങ് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിലേക്ക് വരാനുള്ളത്. നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ജസീല ഏതാണ്? ജസീല പറയൂ. മാം, ഞാൻ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലാസ് എന്റെ മനസ്സ് ഭയങ്കര ടച്ചിങ് ആണ്. ഇന്നത്തെ ക്ലാസ് പോസിറ്റീവ് തിങ്കിങ്, എല്ലാ ക്ലാസ് കുറേ പേരുടെ ക്ലാസ് ഞാൻ കേട്ടു, അതിലൊന്നും പോസിറ്റീവ് തിങ്കിങ് പറയുന്നത് ഇത്തരം മൈൻഡ് ടച്ചിങ് ആയിട്ട് മാമാണ് പറഞ്ഞത് എല്ലാ കാര്യവും. താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല മാമിനോട് ഇത്ര ഇൻഫർമേഷൻ കിട്ടുന്നത്. താങ്ക് യു സോ മച്ച് മാം. അത് ഞാൻ അലയ്യാറുണ്ട് തുറന്നത്, അതൊരു ഗൈഡൻസിൽ ഇങ്ങനെ വന്നാണ് മോനെ, എന്തൊക്കെയോ ഇങ്ങനെ വന്ന. പേഴ്സണൽ സെഷൻ ഉണ്ടോ? പേഴ്സണൽ സെഷൻ ഉണ്ടല്ലോ. പേഴ്സണൽ സെഷൻ ഞാനീ പറയുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗിൻ്റെയാണ്. പേഴ്സണൽ സെഷൻ 10 സെഷൻസ് ആണ് കൊടുക്കുന്നത്. അതിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ടാവും, ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സസ് ഉണ്ടാവും. 10 സെഷൻസ് ആണ് കൊടുക്കുന്നത്. കവിത, കുറേ പേരെ സക്സസ് നിങ്ങൾ കേട്ടില്ല, അവരൊക്കെ പേഴ്സണൽ സെഷൻ ചെയ്തവരാണ്. ഞാനപ്പോൾ എന്തുകൊണ്ട് പ്രീമിയം മെൻറ്ററിങ് ഫോക്കസ് ചെയ്ത് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. പേഴ്സണൽ സെഷനും ഉണ്ടാവും, ഹീലിംഗ് ക്ലാസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അല്ലാതെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് 10 സെഷൻ, നമുക്ക് കുറേ നാൾ ഒരാളൊറ്റയ്ക്ക് എടുത്തി നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ 10 സെഷൻ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. 10 സെഷനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ആ രീതിയിലാണ് പോകുന്നത്. അതിന് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ടാവും, ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സസ് ഉണ്ടാവും, നിങ്ങളുടെ എനർജി റിലീസിങ് ബ്ലോക്കുകൾ റിലീസ് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10 സെഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് 25,000 ആണ്. അത് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്താൽ നമ്മൾ ഒരാളെ വെച്ചിട്ട് നമ്മൾ ഇരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പ്രീമിയം മെൻറ്ററിങ്ങിലേക്കൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ സെഷൻ തരാനും പറ്റും. അറ്റ് ദ സെയിം ടൈം
ബാക്കിയുള്ള കാര്യങ്ങളോട് വെൽത്താണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത്. വെൽത്തിനെ പറ്റി പഠിപ്പിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ സ്വന്തം സീറോന്ന് കയറി വന്ന ആളാണ്. അപ്പോൾ എനിക്ക് വെൽത്തിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഒരു എനർജിയാണ്. ഇപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താനും ഒരുപാട് ഇപ്പോൾ കണ്ടില്ലേ, ഇന്ന് വെൽത്തിൻ്റെ മെഡിറ്റേഷൻ ഇട്ടപ്പോൾ തന്നെ ആ ഒരു മെഡിറ്റേഷൻ വല്ലാത്തൊരു പവർ ഉണ്ട്. മാം റെക്കോർഡഡ് ക്ലാസ് കിട്ടുമോ? റെക്കോർഡ് ക്ലാസ് നമുക്ക് ഇതിന് മറ്റേ പ്രീമിയത്തിലേക്ക് വന്നാൽ കിട്ടും. പ്രീമിയത്തിൽ വന്ന് നിങ്ങൾ വന്ന ക്ലാസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ആപ്പിൽ തരും. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിലുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ 30 ദിവസത്തെ ക്ലാസ്സും റെക്കോർഡറാണ്. പ്രീമിയത്തിലേക്ക് വരും, അപ്പോൾ റെക്കോർഡ് ഓക്കെ. ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ വെൽത്തിൻ്റെ എനിക്ക് പൈസയെ പറ്റി നിങ്ങൾ ആ മെഡിറ്റേഷൻ ഒന്ന് കേട്ട് നോക്കൂ. നിങ്ങൾ ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ പറയണം, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്ന് ഫർസാനോട് പറയാം, നല്ല രസമുണ്ടല്ലേ ഫർസാന, നമ്മൾ ചെയ്തിട്ട് നല്ല വെച്ചാൽ അതിൻ്റെ പറയുന്ന എല്ലാ അഫർമേഷൻസും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അത് തന്നെ കേൾക്കും. എന്നിട്ട് അത് കേട്ടിട്ടാണ് ഒരാൾ പറഞ്ഞത് അയാൾക്ക് പൈസ വന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ വെൽത്ത് പഠിപ്പിക്കാൻ എനിക്ക് ഒരു പ്രത്യേകം മരുന്നുണ്ട്. കാരണം ഇല്ലാത്തത് ഉണ്ടാക്കിയപ്പോൾ ഒരു ആത്മവിശ്വാസമാണെന്ന് വെച്ചോളൂ. സ്വന്തം സീറോന്ന് അത് കയറി യൂട്യൂബിലുണ്ടോ ആദ്യം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ ആ. ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കൂട്ടോ. അത് കേട്ടിട്ട് അത് നല്ല രസം. ഷീസ് ടേക്കിങ് സത്യം കേട്ടോ മാമിൻ്റെ ക്ലാസ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുക്കണേ. അതായി എന്നൊക്കെ വിചാരിക്കുന്നു. എന്തൊക്കെയോ പറഞ്ഞു, മനസ്സ് തുറന്നാണ് കേട്ടോ ഞാൻ പറയണത്. ഈ പറഞ്ഞ പോലെ തന്നെ പലതും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടല്ല ഞാൻ എടുക്കണേ. ഞാൻ എടുത്ത് തുടങ്ങുമ്പോൾ എനിക്കെന്തോ ഒരു ഗൈഡൻസ് പോലെ എനിക്ക് വരുന്നതാണ് ഈ കാര്യങ്ങൾ. ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഏതെങ്കിലും മാഡത്തിനുണ്ടായ മാറ്റങ്ങളെല്ലാം മാഡത്തിനുണ്ടായ മാറ്റങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിതത്തിൽ ഞാനിപ്പോൾ ജീവിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന വരുമാനം ഞാൻ നേടുന്നുണ്ട്. എൻ്റെ സന്തോഷം, എൻ്റെ ബന്ധങ്ങൾ, എല്ലാത്തിലും ബിഗ് സീറോയിലായിരുന്നു ഞാൻ. ഇപ്പോൾ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് നോക്കിയാലും വെൽത്ത് നോക്കിയാലും ഒക്കെ സീറോയിലായിരുന്നു ഞാൻ. അവിടെ നിന്നൊക്കെ കയറി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മുടെ ജേണി ആരെയും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരാളെയും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ നേടിക്കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ക്ലാസ് എടുക്കാമെന്ന് പറയാനും എനിക്ക് പറ്റില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, നമ്മൾ വേണമെന്ന് ഉറപ്പിച്ച് ഇറങ്ങിയാൽ നമുക്ക് നേടാൻ പറ്റും. ഉറപ്പാണ്. അല്ലേ റിനീഷ് സാറേ? ശരിയല്ലേ? ശരിയാണ് മാഡം. ശരി, തീർച്ചയായിട്ടും. വെരി ഗുഡ്, താങ്ക് യു. കുറച്ച് സമയം എടുക്കുന്നു അല്ലേ? സമയം എടുക്കണം, അത് ഡിപ്പെൻസ്. നമുക്ക് എത്രത്തോളം മുറിവുണ്ടോ അതനുസരിച്ചിരിക്കും. ഭയങ്കരമായിട്ട് ആഴത്തിലുള്ള മുറിവുണ്ടെങ്കിൽ തുടങ്ങാൻ സമയം എടുക്കില്ല. അത്ര സമയം എടുക്കും. എല്ലാവർക്കും സമയം എടുക്കണം എന്നൊന്നുമില്ല. മാനിഫെസ്റ്റേഷൻ ഇപ്പൊ ഒരു വിത്തിൻ സെക്കൻഡ് നടക്കാം. നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു അതനുസരിച്ച്. ഞാൻ എന്തുകൊണ്ട് ഈ സമയം എടുക്കും വെച്ചാൽ ഞാൻ വിശ്വസിക്കാൻ കുറച്ച് സമയം എടുത്തു. ഞാൻ എൻ്റെ കാര്യം വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ചിലർക്കത് പെട്ടെന്നാവാം. മാനിഫെസ്റ്റേഷൻ നെക്സ്റ്റ് മൊമെന്റ് സംഭവിക്കാം, നിങ്ങൾ വിശ്വസിക്കുന്നതനുസരിച്ച്. ഞാൻ ഇതിലേക്ക് വരാൻ ഇച്ചിരി സമയം എടുത്തു എനിക്ക്. കാരണം ഞാൻ പെട്ടെന്ന് അത്രയും ഡീപ്പ് പിറ്റി കിടന്നുകൊണ്ട് കയറി വരാൻ വിശ്വസിക്കാൻ ഇച്ചിരി സമയം എടുത്തു. അതെല്ലാവർക്കും അങ്ങനെ വേണമെന്നൊന്നുമില്ല. നെക്സ്റ്റ് മൊമെന്റ്, ഈ മൊമെന്റ് നടക്കാം, വിത്തിൻ സെക്കൻഡ്സ് നടക്കാം. സമയം എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്നെ പഠിപ്പിച്ചിരുന്ന മെന്റർ പറഞ്ഞത് മാനിഫെസ്റ്റേഷൻ ഈ കറണ്ട് അല്ലേ, KV ലൈനിൽ എപ്പോഴും കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ അതിനെ പിടിക്കേണ്ട താമസമുള്ളൂ അല്ലേ, അടിക്കാൻ. അപ്പോൾ പിടിക്കാനുള്ള സമയം നമുക്ക് പിടിക്കാൻ, നമ്മൾ പതുക്കെയാണ് പിടിക്കണമെങ്കിൽ അതനുസരിച്ച് കറണ്ട് അടിക്കാൻ സമയം എടുക്കും. പെട്ടെന്ന് പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. അതേപോലെ നമ്മൾ വിശ്വസിക്കുന്ന അനുസരിച്ച്, നമ്മൾ ആക്ഷൻ എടുക്കുന്ന അനുസരിച്ച് വരാം. സമയം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ സമയം എടുത്തായിരുന്നു. കാരണം എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടായതുകൊണ്ട് തന്നെ ഒരു ചുവട് മുന്നിലേക്കൊക്കെ 10 ചുവട് എന്നെ പിടിച്ച് പുറയിലേക്ക് വലിക്കുമായിരുന്നു. അപ്പോൾ ഇച്ചിരി സമയം എടുത്തു. അപ്പോൾ എല്ലാവർക്കും സമയം എടുക്കണം എന്നില്ല. ഓക്കെ, അതൊക്കെയാണെന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മൈൻഡ് പവർ അക്കാദമിയായിട്ട് വരൂ, നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരൂ, ഹീലിംഗ് ക്ലബിലേക്ക് വരൂ, പ്രീമിയം മെൻറ്ററിങ്ങിലേക്ക് വരൂ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യൂ. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ടബിലിറ്റിയിലേക്ക് വരുമ്പോൾ എനിക്ക് എന്തൊക്കെ തരാനുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ്. വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ശരി. വീണ്ടും ഉണ്ടോടും വേണ്ടെന്നേ പറയാറുള്ളൂ. അതൊക്കെ അങ്ങനെ പറയുള്ളൂ, അറിയാത്തവരങ്ങനെ പറയുള്ളൂ. മാമിൻ്റെ ക്ലാസ് വെർത്താണ്. ഷീസ് ടേക്കിംഗ്. ഓക്കെ, ശരിയാണോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡ്രൈവിങ്ങിലാണോ? ഓക്കെ. ഷഹനയാണോ? ഷഹന സൂപ്പർ ഡ്രൈവ് ചെയ്തോളൂ. ഞാൻ ചുമ്മാ വിളിച്ചെന്നുള്ളൂ. പേഴ്സണൽ സെഷൻ ഉണ്ട്. പേഴ്സണൽ സെഷൻ ചോദിക്കൂ. ഇൻഡിവിജ്വൽ ആയിട്ടാണോ ഗ്രൂപ്പാണ്? ഞാൻ പറയുന്ന പ്രീമിയം മെൻറ്ററിങ്ങിലേക്ക് വരാനാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പേഴ്സണൽ സെഷനും തരാൻ പറ്റും. നിങ്ങൾക്ക് വെൽത്തിൻ്റെ കാര്യത്തിൽ ക്ലിയർ ആയിട്ടൊരു ഗൈഡൻസും തരാൻ പറ്റും. വെൽത്ത് എന്തുവാ?
ഒരു യൂട്യൂബിന്റെ ഇതിലെ കമ്മ്യൂണിറ്റിയിൽ ഒരു മെസ്സേജ് കണ്ടായിരുന്നു. ഏതാണ്? അതിൽ ഫീസ് കൊടുത്തിരുന്നില്ലേ മാം? 4,999. അത് അത് കട്ട് ചെയ്തിട്ട് 999 കൊടുത്തിരുന്ന അതെന്തോ ആണത് മനസ്സിലായിരുന്നു. മാനിഫെസ്റ്റേഷൻ മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ 30 ദിവസത്തെ ഒരു ക്ലാസ് ആണ്. അത് ഈ 5,000 4,999 ആയിരുന്നു അതിൻ്റെ ഫീസ്. ഇപ്പം അത് കുറച്ചിട്ടുണ്ട്. നമ്മൾ റെക്കോർഡഡ് ക്ലാസ് ആണ്. 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അതിൽ പറയുന്ന പ്രാക്ടീസസ് ചെയ്യണം. ആഴ്ചയിൽ സൺഡേ ഒരു ദിവസം നമുക്ക് ലൈവ് നമുക്ക് ഇതേപോലെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിലേക്ക് വരും. വന്നു കഴിയുമ്പോൾ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്ലാസ് തന്നെയാണ്. അതിൽ വന്നിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയവരുണ്ട്. സ്കൂളിൽ മക്കളുടെ അഡ്മിഷൻ ആയാലും വെൽത്ത് ആയാലും ജോലി ആയാലും അങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് ക്ലാസ്. പിന്നെ പറയുന്നതാണ് നമ്മുടെ ഹീലിംഗ് ക്ലബ്ബ് എന്ന് പറയുന്ന ലൈവായിട്ടുള്ള മെൻറ്റർ. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്. നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ ഇവിടെ തന്നെ വന്ന് പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അതും കൂടെ ഞാൻ പറയാം. എനിക്ക് ഒരാളെ നിർബന്ധിക്കുകയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ചേർന്ന് ഈ നോളജ് കിട്ടണം കേട്ടോ. അതെൻ്റെ ഹൃദയം തൊട്ട് ഞാൻ പറയും. നിങ്ങൾ എവിടെയെങ്കിലും ചേർന്നത് പഠിക്കണം. ഇത് സത്യമുള്ള അറിവാണ്. ഈ അറിവ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടും. ഉറപ്പായിട്ടും രക്ഷപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു സോ മച്ച്. മാം ഒരു സംശയം ചോദിച്ചിട്ട്. ഹലോ, ചോദിച്ചു. കേൾക്കാവോ? കേൾക്കാം. ഞാൻ ഈ ഫാമിലിയിലെ പുതിയൊരു അംഗമാണ്. എന്റെ പേര് സബീന. മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചു. നമുക്ക് ഹീലിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കാതെ ഈ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് കിട്ടുമോ? ഞാൻ പറഞ്ഞുതരാം. ഹീലിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കാതെ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, പറ്റും. ഇപ്പം നമ്മുടെ ഈ ബേസിക് ക്ലാസ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഹീലിംഗ് ഉണ്ട്, മാനിഫെസ്റ്റേഷൻ. ഞാൻ എപ്പോഴും അത് ഡിപ്പെൻസ് ഉണ്ട് പേഴ്സണാണ്. അതായത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സ്വതവേ ഹാപ്പി ആയിട്ടുള്ള ഒരു നേച്ചറാണ്. നമ്മൾ ലൈഫിൽ സുഖങ്ങൾ അനുഭവിച്ച് മാത്രം വളർന്ന ഒരാളൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ ഹീലിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കാരണം അവർ ഓൾറെഡി അവർക്ക് വെള്ളത്തിന്റെ മുകളിലാണ് അവർ നിൽക്കാൻ. ഈ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന ആള് വെള്ളത്തിന്റെ മുകളിലേക്ക് വരാതെ എങ്ങനെ രക്ഷപ്പെടും? ആലോചിച്ചോ. ഈ ഹീലിംഗ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് ചൈൽഡ്ഹുഡിലൊക്കെ ഒരുപാട് ട്രോമാസ് ഒക്കെ അനുഭവിച്ച് വന്ന ആളുകളാണെങ്കിൽ ഈ ഇപ്പം ഞാൻ പറയാം, റിൻസി ഇതിലുണ്ടോയെന്ന് അറിയില്ല. റിൻസിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ സെൽഫ് ലവിൻ്റെ മെഡിറ്റേഷൻ കൊടുത്തു. മെഡിറ്റേഷൻ കൊടുത്തപ്പോൾ റിൻസി പറഞ്ഞു എനിക്ക് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരാൾ കണ്ടേട്ടോ. റിൻസി പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ശരീരമൊക്കെ വേർക്കണം, എനിക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്താ ചോദിച്ചപ്പോൾ റിൻസി പറഞ്ഞു ഇങ്ങനൊരു സബീന ഒന്ന് മ്യൂട്ട് ചെയ്യടാ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ആ പ്രിൻസി പറഞ്ഞതാ, എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്നെ പൈസയുടെ കാര്യത്തിൽ ഒരാൾ പറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ മിസ്സ് സെൽഫ് ലവ് കൊടുക്കണം, ഐ ലവ് മൈ സെൽഫ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റണില്ല മിസ്സ്, എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേയിൽ പ്രിൻസി പറഞ്ഞതാ. അപ്പോഴെനിക്ക് മനസ്സിലായി. അപ്പോൾ വെച്ചാൽ നമുക്ക് നമ്മളെ ഇപ്പം ഞാൻ എന്നെ സ്നേഹിക്കണം, ഫോർഗീവ് ചെയ്യണം എന്നൊക്കെയല്ല, ഫോർഗീവ്നെസ് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഫോർഗീവ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ എന്നെ ഒരാൾ ഒരുപാട് സ്നേഹിച്ച ഒരാൾ എന്നെ പറ്റിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരു മനുഷ്യനെ ചതിച്ചിട്ട് പോയി എന്ന് വെക്കാം. അയാളെ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചു, അത്രയും ട്രസ്റ്റ് ചെയ്തു. അപ്പോൾ ഫൊഗീവ്നെസ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഫൊഗീവ് ചെയ്യാൻ റെഡിയാകുമ്പോൾ ഇയാളുടെ മോഹം എൻ്റെ മനസ്സിലേക്ക് വരും. ഇയാൾ എന്നോട് ചെയ്ത സ്നേഹവും എനിക്ക് തന്ന സ്നേഹവും ലാസ്റ്റ് എന്നെ പറ്റിച്ചത് പോയും എന്നെ പൈസ പറ്റിച്ചതൊക്കെ എൻ്റെ മനസ്സിൽ വരും. അപ്പോൾ എനിക്ക് ഫൊഗീവ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സങ്കടമല്ലേ വരിക? കാരണം അയാളെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു, ഞാൻ അത്ര അയാളെ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അയാളെ ഫൊഗീവ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? അതൊരു പെയിനായിട്ട് എൻ്റെ ഉള്ളിൽ വരും. അപ്പം നമ്മൾ ആ പെയിൻ വെച്ചിട്ട് ഫൊഗീവ് ചെയ്യാൻ എങ്ങനെ പറ്റും? അപ്പം നമ്മൾ ആ പെയിൻ ഹീൽ ചെയ്യണം. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറയും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് കുറേ അതുണ്ട്, നമുക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, നമുക്ക് മക്കളുണ്ട്, നമുക്ക് പൈസ വരുന്നുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് എനിക്കറിയാം. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവരും പറയുമല്ലോ, ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയും, ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമെന്ന് പറയും. അപ്പോൾ നമുക്കും അറിയാം എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് അറ്റ്ലീസ്റ്റ് എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, എനിക്ക് ക്ലാസ് കേൾക്കാം, അതൊക്കെ ഉണ്ട്, എനിക്കറിയാം. പക്ഷേ എനിക്കില്ലാത്തതിൻ്റെ കുറേ സങ്കടങ്ങളുണ്ട്. എനിക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ഉരുകി ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും? എൻ്റെ ചോദ്യം അതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടെന്നല്ല, പക്ഷെ എങ്ങനെ പറ്റും? പറ്റൂല. നമുക്ക് ഉള്ളിൽ നിന്ന് വരൂല. അപ്പം എന്തുകൊണ്ടാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടി തുറക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സങ്കടങ്ങളാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ആ സങ്കടം ഉണ്ടെങ്കിൽ അതവിടെ ഹീൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുള്ളൂ. ഫൊർഗീവ്നെസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, സെൽഫ് ലവ് അങ്ങനെ തന്നെയാണ്. അപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
പുതിയൊരു എനർജി നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം ഞാനൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം എന്ന് നോക്കാം. അത് എന്തിനാണ് ഞാനത് ആഗ്രഹിക്കണേ? ആ അഡ്മിഷൻ കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമാണല്ലേ, എനിക്ക് ഹാപ്പിനെസ് ആണ്, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്, എനിക്ക് അങ്ങനെ ഒരുപാട് സന്തോഷമാണ്. അതായത് സന്തോഷം എന്നതൊരു ഇമോഷൻ ആണല്ലേ. അതായത് നമ്മൾ മെറ്റീരിയലായിട്ട് കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഇമോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ ഇമോഷൻ നമുക്ക് വരാൻ നമുക്കൊരു സ്പേസ് വേണം. നമ്മുടെ ഉള്ളിൽ ഓൾറെഡി കുറേ നെഗറ്റീവ് ഇമോഷൻസ് ആണ് കിടക്കുന്നത്. എനിക്ക് സങ്കടവും ദേഷ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ് എൻ്റെ ഉള്ളിൽ ഉള്ളതെങ്കിൽ എനിക്ക് എങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ എനിക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നെഗറ്റിവിറ്റിനെ കളയണം. ഇമോഷൻസ് ആണ്. അപ്പോൾ ഹീലിംഗ് ഇല്ലാതെ മാനിഫെസ്റ്റേഷൻ നടക്കുമെന്ന് വെച്ചാൽ നടക്കൂല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ നിങ്ങളൊരു ഡീപ്പ് ഡൗൺ പിറ്റിലാണ് കിടക്കണമെങ്കിൽ അവിടെ നിന്ന് കയറി വന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ആകാശത്തേക്ക് ചാടാനൊന്നും പറ്റൂല. നിങ്ങൾ കയറി വരാൻ. അപ്പം കയറി വരണമെങ്കിൽ ഓരോ ലെവൽ ഉള്ളിത്തൊണ്ട് പൊലിക്കണ പോലെയാണ്. പൊലിച്ച് കുറേ ഓരോ ലെവൽ ഹീൽ ചെയ്യുമ്പോഴും ഓരോ സന്തോഷം വരും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. ഹീലിംഗ് ഇല്ലാതെ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾക്ക് ഹീലിംഗ് വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, താങ്ക് യു മാം. റൈറ്റ്. അപ്പം ഇനി എന്താണ്? ഇനി ആരാണ്? ശരി, 10:15. ഓക്കെ, അപ്പം ശരി. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ശരി എന്നൊക്കെ പറഞ്ഞു.